പൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. കഴിഞ്ഞ ദിവസം 2-3 സജഷൻസ് ഉണ്ടായിരുന്നു. ചില മന്ത്രങ്ങൾ പറയുമ്പോൾ സ്പീഡ് കുറയ്ക്കണമെന്ന്. അത് വേദമന്ത്രങ്ങളാണ്. അത് കേൾക്കാൻ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനമുള്ളൂ, പഠിക്കാൻ സാധിക്കില്ല. കുത്തിയിരുന്ന് എഴുതി തന്ന് പഠിപ്പിച്ചാലേ അത് പഠിക്കാൻ സാധിക്കും. 2, കുറച്ചുകൂടി അത്തരത്തിലുള്ള മന്ത്രങ്ങൾ പറയുമ്പോൾ സ്പീഡ് കുറയ്ക്കണം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഭഗവത്ഗീതയിൽ ഇല്ലാത്ത മന്ത്രങ്ങൾ പറയുമ്പോൾ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളല്ലാത്ത പുറത്തുള്ള ശ്ലോകങ്ങളോ മന്ത്രങ്ങളോ പറയുമ്പോൾ സ്പീഡ് കുറയ്ക്കാം. പിന്നെ ശരിക്ക് ഒരു കുഴപ്പമില്ല, സ്പീഡ് കൂട്ടുന്നതിലൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞവരുമുണ്ട്. ഏതായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഭഗവത്ഗീത ഞാൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും പണ്ഡിതന്മാർ ഭഗവത്ഗീതയുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നല്ലോണം മനസ്സിലായി എന്ന് തോന്നും. പക്ഷെ ആ ക്ലാസ് കഴിഞ്ഞ ഉടനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ അത് ഇമ്പോസ് ചെയ്യും. ഇമ്പോസ് ചെയ്യുന്ന സ്ഥലത്ത് അടുത്തത് ഇമ്പോസ് ചെയ്താൽ ആദ്യത്തേത് പോകും. അപ്പം എന്താ ചെയ്യുക? ക്ലാസ് കഴിഞ്ഞ ഉടനെ റീഇമ്പോസ് ചെയ്യണം. കുറച്ച് 2-3 പ്രാവശ്യമെങ്കിലും അടുത്ത ക്ലാസ്സിന് മുമ്പ്, അല്ലെങ്കിൽ അന്ന് തന്നെ 1-2 പ്രാവശ്യം വായിക്കണം. സ്പീഡിൽ വായിച്ചാലും മതി, വെറുതെ വായിച്ചാലും മതി. ഇമ്പോസിങ്, റീഇമ്പോസിങ്, ഡബിൾ റീഇമ്പോസിങ്. അപ്പോഴേ ആ അർത്ഥ സന്ദേശങ്ങൾ മനസ്സിലാവുള്ളൂ. അതല്ലെങ്കിൽ പലപ്പോഴും ഈ സന്ദേശങ്ങൾ തലയിൽ നിൽക്കില്ല. പിന്നെ ഏകദേശം സന്ദേശങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾ ആരെങ്കിലൊക്കെ പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക, അപ്പോൾ ശരിക്ക് നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യും. പഠിക്കുന്ന സമയത്ത് ഒരു 1 ടൈം ബ്രെയിൻ ആക്റ്റീവ് ആണെങ്കിൽ, പഠിപ്പിക്കുന്ന സമയത്ത് 7 ടൈംസ് ബ്രെയിൻ ആക്റ്റീവാണ്. 7 ടൈംസ് ബ്രെയിൻ ആക്റ്റീവാണ്. നമ്മുടെ ക്ലാസ്സിലിരുന്ന് കേൾക്കുന്ന കുട്ടികൾ കേൾക്കുന്ന സമയത്ത്, നമ്മുടെ ക്ലാസ് പഠിക്കുന്ന സമയത്ത് ബ്രെയിൻ 1 ടൈം ആക്റ്റീവ് ആണെങ്കിൽ, ഒരു 1 യൂണിറ്റ് ആക്റ്റീവ് ആണെങ്കിൽ, ആ കുട്ടിയോട് ചോദ്യം ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആ കുട്ടിയുടെ ബ്രെയിൻ 7 ടൈംസ് ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കാൻ എന്നുള്ള രീതിയിലൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ വളരെ കാര്യമായിട്ടത് ഉൾക്കൊള്ളാൻ സാധിക്കും. ഏതായാലും കൊറോണയും മഴയും അങ്ങനെയുള്ള എല്ലാം കൂടി ചേർന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള പാഠങ്ങൾ നമുക്ക് വളരെയധികം പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് നമുക്ക് 8 ശ്ലോകമാണ് എടുത്തത്. 4-ാം അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകം മുതൽക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. 4-ാം അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ക്ലാസ്സിൽ എടുത്തത്. ത്യക്ത്വാ കർമ്മബലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണി അഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഹ നിരാശീർ യഥചിത്താത്മാ ത്യക്ത സർവപരിഗ്രഹ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധാവസിദ്ധൗ ച കൃത്വാപി ന നിബധ്യതേ ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതചേതസഃ യജ്ഞായാചരത കർമ്മ സമഗ്രം പ്രവിലീയത്തെ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന ദൈവമേവാപരേ യജ്ഞം യോഗിന പര്യുപാസതേ
ബ്രഹ്മാഗ്നാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി ക്ഷേത്രാദീൻ ഇന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാനന്യ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി സർവാണി ഇന്ദ്രിയകർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമ യോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ ദ്രവ്യയജ്ഞാസ്തപോയജ്ഞ യോഗയജ്ഞ തദാപരേ സ്വാധ്യായ ജ്ഞാനയജ്ഞാശ്ച യതയ സംശിതവ്രത സ്വാധ്യായ യജ്ഞാനയജ്ഞാശ്ച യതയ സംശിതവ്രതാഹ. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത്. ധാരാളം വ്യക്തികൾ നല്ല ഒരു ഭഗവത്ഗീത പറഞ്ഞു തരാമോ എന്ന് ചോദിക്കാറുണ്ട്. ഭഗവത്ഗീത ഏതാണ്ട് എല്ലാവരും ആത്മീയമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ഭഗവത്ഗീത ചിന്മയാനന്ദ സ്വാമി എഴുതിയിട്ടുണ്ട്, വലിയൊരു പുസ്തകമാണ്. പിന്നെ ഭാരതീയ വിദ്യാഭവൻ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഭഗവത്ഗീത സാധാരണക്കാരും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതിൻ്റെ അർത്ഥം മാത്രം എടുത്താൽ മതി. നിങ്ങൾ അതിൽ കൊടുത്തിരിക്കുന്ന കമൻ്ററികൾ എടുക്കണ്ട. എനിക്ക് തോന്നുന്നു കമൻ്ററികൾ ഭഗവത്ഗീതയെ കുറേ അധികം വ്യത്യസ്ത ദിശയിലേക്ക് കൊണ്ടുപോകുന്നു. ഇവരുടെയൊക്കെ കമൻ്ററികൾ നിങ്ങൾ നല്ല രീതിയിൽ അതിൻ്റെ അർത്ഥം പഠിച്ച് തന്നെത്താനെ അത് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക. എൻ്റെ കയ്യിൽ 4-5 വ്യക്തികൾ എഴുതിയിരുന്നു. ചിന്മയാനന്ദ സ്വാമിയുടെ ഭഗവത്ഗീതയുണ്ട്, ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഭഗവത്ഗീതയുണ്ട്, കുറേ ഭഗവത്ഗീതയുണ്ട്. പക്ഷെ ഇതിലെല്ലാം അവനവന് തോന്നിയ മാതിരിയുള്ള കമൻ്ററികളാണ് എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് യഥാർത്ഥത്തിൽ കൃഷ്ണൻ ഉദ്ദേശിച്ചതിൽ നിന്ന് വളരെ വളരെ അകലെയായിട്ട് ഏതൊക്കെയോ ആത്മീയതയും എന്തെല്ലാം കൂടി കലർത്തിയാണ് വിവരിച്ചിരിക്കുന്നത്. നമുക്കതിൻ്റെ ശരിക്കും അർത്ഥവും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന സന്ദേശവും എടുക്കാൻ സാധിക്കട്ടെ. പ്രത്യേകിച്ച് ഞാനൊരു പുസ്തകവും റെഫർ ചെയ്യുന്നില്ല. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചിന്മയാനന്ദൻ്റെ കുറച്ചുകൂടി ബെറ്ററാണ്. അപ്പോൾ വളരെ വലിയ പുസ്തകമാണ് രണ്ടും എന്നുള്ളത് അറിയാൻ നോക്കാം. അടുത്തത് യഥാർത്ഥത്തിൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ശ്ലോകങ്ങളല്ല. അത് കുറേ കൂടി അങ്ങ് വളരെ ഋഷികുലത്തിലേക്ക് എത്തിയവരുടെ അവസ്ഥയെക്കുറിച്ച് കൃഷ്ണൻ വിവരിച്ചു കൊടുക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തു. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ എന്നെ ഫോക്കസ് ചെയ്യല്ല. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് 70% വിവരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് നല്ലോണം മനസ്സിലാവണം. 70% നല്ലോണം മനസ്സിലാവണം. 20% കുറേയൊക്കെ മനസ്സിലാവണം. അവസാനത്തെ 10% മനസ്സിലാവരുത്. അതെന്തുകൊണ്ടാണ് മനസ്സിലാവരുതെന്ന് പറയുന്നത്? മനസ്സിലാക്കാൻ പറ്റാത്തതും നമ്മുടെ പൈതൃകത്തിലുണ്ടെന്ന് അവർക്ക് മനസ്സിലാവണം. വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. ആ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് പ്യുവർ സയൻസ് കൊണ്ട് പോലും ചിലപ്പോൾ വിവരിക്കാൻ സാധിക്കില്ല. അപ്പോളോ ഹോസ്പിറ്റല് ചെന്നൈയിലെ ഡോക്ടർ രാമമൂർത്തി പറഞ്ഞതുപോലെ പല പല ഭാരതീയ പൈതൃകത്തിൻ്റെ അറിവുകൾ ആധുനിക സയൻസ് ഉപയോഗിച്ച് വിവരിക്കാൻ ഇനി ഒരു 25 വർഷവും കൂടി സയൻസ് വളരണം. മോഡേൺ സയൻസ് ഷുഡ് ഗ്രോ മിനിമം 25 years for understanding what Indian heritage, particularly spiritual heritage, is advocating for us to follow. നമ്മുടെ ആത്മീയമായ പ്രായോഗിക ആത്മീയത നമ്മളോട് ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുന്നത് സയൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കണമെങ്കിൽ സയൻസിന് ഒരു 25 വർഷം കൂടി വളരണം, അല്ലാതെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇത് ഡോക്ടർ ബി രാമമൂർത്തി പറഞ്ഞതാണ്. പല പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാരും, എർവിൻ ഷ്രൂഡിംഗർ പറഞ്ഞിട്ടുണ്ട്, ഹെയ്സൻബർഗ് പറഞ്ഞിട്ടുണ്ട്, ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര പറഞ്ഞിട്ടുണ്ട്, ധാരാളം വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട് ഇതേ വരികൾ. മോഡേൺ സയൻസിന് ഭാരതീയ പൈതൃകത്തോടൊപ്പം എത്താൻ കുറേ അധികം സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ അടുത്ത വരി ഒന്ന് പറയുന്നു. അപാനേ ജുഹ്വതി പ്രാണം. ഈ പ്രാണ അപാന വ്യാന ഉദാന സമാന ഏവച്ച 5 പഞ്ചപ്രാണനാണ് ഉള്ളത്. ഈ പഞ്ചപ്രാണൻ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ് വിവരണം. പല ഭാഗങ്ങൾ. ഈ പ്രാണാപാന വ്യാന ഉദാന സമാനനെ കുറിച്ച് കുറച്ചും ത്രിദോഷ സിദ്ധാന്തങ്ങൾ, ആയുർവേദത്തിലുള്ള ത്രിദോഷ സിദ്ധാന്തങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടും
യഥാർത്ഥത്തിൽ CCMB, സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജി, ഹൈദരാബാദ്, ഞാൻ വർക്ക് ചെയ്തിരുന്ന ലാബറട്ടറിയുടെ തൊട്ടടുത്തുള്ള ലാബറട്ടറിയാണ്. 2.5 വർഷം ഞാൻ IICT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി, ഹൈദരാബാദിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. താർനാക്കയ്ക്കും ഹബ്ഷിഗുഡയ്ക്കും ഇടയ്ക്ക്. അതിനോട് ചേർന്ന ലാബറട്ടറിയാണ് CCMB, സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജി. PM ഭാർഗവയുടെ ഒരു മാനസപുത്രനാണ് ആ ലാബറട്ടറി. അവർ ആയുർവേദത്തിലെ ത്രിദോഷ സിദ്ധാന്തവും പഞ്ചപ്രാണനെക്കുറിച്ചും കുറേയധികം പഠനം നടത്തിയതിൻ്റെ റിസൾട്ട് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം പുറത്തേക്ക് വന്നിരുന്നു. വളരെ ഗംഭീരമായിട്ടുള്ള റിസൾട്ടാണ്. ആരും അതിന് പബ്ലിസിറ്റി കൊടുത്തില്ല. പ്രധാനമായിട്ട് നമ്മുടെ പൈതൃകത്തോട് താല്പര്യമുള്ളവർ അന്ന് കുറവായിരുന്നു. അപ്പോൾ അപാനേ ജുഹ്വതി പ്രാണം, പ്രാണവും അപാനനും, അതേപോലെ അപാനം, പ്രാണേ അപാനം ജുഹ്വതി. പ്രാണാപാനം എന്ന് പറയുന്ന ഈ പഞ്ചപ്രാണനില് 2 എണ്ണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അലിഞ്ഞു ചേരുന്നു. പ്രാണൻ അപാനനിലും അപാനൻ പ്രാണനിലും. ശരിക്കും പ്രാണവായു എന്ന് പറയുന്നത് ശ്വാസോച്ഛ്വാസമാണ്. അപ്പോൾ പ്രാണാപാനം, ശ്വാസം അകത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് എടുക്കുന്നതും പരസ്പരം പൂരകമായിട്ട് അത് കംപ്ലീറ്റ് ആവുന്നു എന്ന ഒരു സാരം നമ്മളിതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ദ്രവ്യയജ്ഞ, സ്തപോയജ്ഞ, യോഗയജ്ഞ, തഥാപര എന്ന് പറഞ്ഞിട്ട് 28 പറഞ്ഞിട്ടുണ്ട്. ഓരോ തരത്തിലുള്ള യജ്ഞമാണ്. അതിൽ ഒരു യജ്ഞം എന്ന് പറയുന്നത് ശ്വാസം അകത്തേക്ക് എടുക്കൽ, പൂർണ്ണമാകുന്നത് ശ്വാസം പുറത്തേക്ക് പോകുന്നതോടുകൂടി. അപ്പൊ അകത്തേക്ക് എടുക്കുന്ന ശ്വാസം പ്രാണൻ, അപാനൻ പുറത്തേക്ക് പോകുന്നതോടുകൂടി അത് പൂർണ്ണമാകുന്നു ആ യജ്ഞം. പുറത്തേക്ക് പോകുന്നത് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നില്ല, പിന്നെ അകത്തേക്ക് വീണ്ടും പോകുന്നു. അപ്പോ അപാനേ ജുഹ്വതി പ്രാണം, പ്രാണേ അപാനം തഥാപരേ. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരു യജ്ഞം പൂർണ്ണമാകുന്നത് വായു അകത്തേക്ക് പോകുമ്പോഴും വായു പുറത്തേക്ക് വരുമ്പോഴും ഒരു യജ്ഞം പൂർത്തിയാകും. പ്രാണാപാന ഗതിരുദ്ധ പ്രാണായാമ പരായണ. അപ്പൊ ഈ പ്രാണാപാനനെ ഒരു യജ്ഞഭാവത്തിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന വ്യക്തിക്ക് യഥാർത്ഥത്തിൽ അയാൾ പ്രാണായാമ പരായണ. അപ്പൊ ഈ പ്രാണായാമം തന്നെ ഒരു യജ്ഞമായി തീരും. പ്രാണൻ പ്ലസ് യാമം. ഈ യഥാർത്ഥത്തിൽ ജീവവായുവിനെ നമ്മൾ ഗൈഡ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു എന്ന് പോലും പറയാൻ സാധിക്കില്ല. ഒരർത്ഥത്തിൽ കൺട്രോളിങ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വരി വരുന്നത് അറിയും? ലോകത്തിൽ കുറേ ജന്തുക്കളുണ്ട്. ഈ ജന്തുക്കള് ശ്വാസോച്ഛ്വാസത്തിന്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അവയുടെ ആയുസ് കുറവാണ്. ശ്വാസോച്ഛ്വാസത്തിന്റെ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് അവയുടെ ആയുസ് കൂടുതലാണ്. അപ്പോൾ ഒരു മിനിറ്റില് ഒരു പട്ടി, നായ 35 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. നമ്മളൊരു മിനിറ്റിൽ 16 പ്രാവശ്യം. ആമ ഒരു മിനിറ്റിൽ 1 പ്രാവശ്യം. ആമയുടെ ആയുസ് ഏതാണ്ട് 550 വർഷമാണെന്ന് പറയപ്പെടുന്നു, ആരും കൊന്നു തിന്നില്ലെങ്കിൽ. പട്ടിയുടെ ആയുസ് 10, 12, 13, 15 വർഷത്തോളാണ്. അണ്ണാന്റെ വയസ്സ് അതിനേക്കാളുകൾ. കാരണം ഒരു മിനിറ്റിൽ 50-55 പ്രാവശ്യം അത് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്. അപ്പൊ ശ്വാസോച്ഛ്വാസത്തിന്റെ വേഗത കൂടുന്നതിനനുസരിച്ച് ആ മൃഗം ആയുസ് കൽപ്പിച്ചിരിക്കുന്നത് അതിന്റെ ശ്വാസോച്ഛ്വാസത്തിന്റെ വേഗതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിന്റെ ശ്വാസോച്ഛ്വാസ വേഗത കൂടുമ്പോൾ ആയുസ് കുറയുന്നു എന്നല്ല, അതിന്റെ ശ്വാസോച്ഛ്വാസ വേഗത X ആണ്. X വേഗതയുള്ള ആ ജന്തു Y കാലം ജീവിക്കും. 16 പ്രാവശ്യം ഒരു മിനിറ്റില് ശ്വാസോച്ഛ്വാസം ചെയ്ത നമ്മൾ ഏതാണ്ട് ഒരു 70, 75, 80 പ്രാവശ്യം ജീവിക്കും. അപ്പോൾ പ്രാണായാമം നമ്മൾ കറക്റ്റ് പ്രാണനെ നിയന്ത്രിച്ച് ഈ 16 എന്നുള്ളത് സാവധാനത്തിൽ താഴത്തേക്ക് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ആയുസ് കൂടും, ആരോഗ്യം കൂടും. അതൊരു പ്രകൃതി പ്രതിഭാസമായിട്ട് നമ്മുടെ ഋഷിമാര് കണ്ടിരുന്നു. അപ്പോൾ പ്രാണാപാന പ്രക്രിയയെ നല്ല രീതിയിൽ ഒരു യജ്ഞഭാവത്തിൽ ശാന്തമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മളുടെ ആരോഗ്യവും ആയുസ്സും ഓരോ സെല്ലിലും ശരിക്ക് ഓക്സിജൻ പരമാവധി ലഭിക്കുകയും ഒരു സെല്ല് 14 ദിവസം കൊണ്ട് മരിക്കുന്നതിന് പകരം 20-25 ദിവസം കൊണ്ട് മരിക്കുള്ളൂ. 20-25 ദിവസം നീണ്ടു നിൽക്കുകയും ചെയ്യും. കാരണം ആവശ്യത്തിന് ഓക്സിജൻ ഉണ്ട്, ഓക്സിജന്റെ സ്കേഴ്സിറ്റി ഇല്ല. അതുകൊണ്ട് പ്രാണായാമം കറക്റ്റായിട്ട് ചെയ്യുന്ന വ്യക്തിയുടെ സെല്ല് എനർജറ്റിക് ആവും.
ഇതുപോലെ മരിക്കാൻ പറ്റാത്ത സെല്ലുകളുണ്ട്. തലച്ചോറ് പണ്ട് ചെറുപ്പത്തിൽ പഠിച്ചത് മുതൽക്ക് അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും, കാച്ചിയ പാൽ ഞാൻ കുടിക്കാഞ്ഞാൽ അമ്മ കരയും, എന്താണ് അമ്മ കരയുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു 1ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ചില വരികളൊക്കെ ഉണ്ട്. നമ്മൾ ആ വരികളൊക്കെ നമ്മൾ റിക്കളക്ട് ചെയ്യുകയാണെങ്കിൽ 1ാം കാലം 2 പൂക്കുന്നു ഇതാ മുല്ല പൂക്കുന്നു ഇലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന അശോകം, അതുപോലെ വെളുക്കുമ്പോൾ കുളിക്കണം വെളുപ്പുള്ള തുടുക്കണം വെളുപ്പിൽ ക്ഷേത്ര ദൈവത്തെ എളുപ്പം തൊഴുതെത്തണം കാര്യമായി നോക്കൂ അമ്മേ എന്തോ ഒരു ചേല്, ആ പൂക്കൾ മേലോട്ട് ഇതാ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കവിതകൾ പണ്ട് പഠിച്ചതൊക്കെ റിക്കളക്ട് ചെയ്യുകയാണെങ്കിൽ ആ പഠിച്ചത് ഏത് സെല്ലിലാണോ വെച്ചിരിക്കുന്നത് ആ സെല്ലിന് മരിക്കാൻ പറ്റണില്ല. കാരണം നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് സെല്ല് മരിക്കില്ല. അതുകൊണ്ട് വേദ പണ്ഡിതന്മാര് നിരന്തരം വേദം വൈകുന്നേരം ഇങ്ങനെ ലാത്തിക്കൊണ്ട് ആലപിക്കുന്നവര് 90-95 വയസ്സ് വരെ മെമ്മറി പോകാതെ പക്ക മെമ്മറിയിൽ കുറേ കാലം ബ്രെയിൻ ആക്റ്റീവായിട്ട് അൽഷമേഴ്സ് വരാതെ മറവി രോഗം വരാതെ ബ്രെയിൻ പക്ക ആക്റ്റീവായിട്ടിരിക്കാൻ കാരണം ബ്രെയിൻ സെല്ലുകൾക്ക് മരിക്കാൻ പറ്റണില്ല, അതിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ചെറുപ്പം മുതൽക്ക് പഠിച്ചതിനെ അത് റിക്കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ പഠനം 100% ജപ്പാൻകാര് മലപ്പുറത്ത് വന്നിട്ട് കുറേ നമ്പൂതിരിമാരിൽ നടത്തിയ പഠനമാണ്. കുറേ ജപ്പാൻ ന്യൂറോളജിസ്റ്റ് നമ്പൂതിരിമാരിൽ നടത്തിയ പഠനമാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് അപരേ, അടുത്തത് 30ാമത്തെ ശ്ലോകം, അപരേ നിയതാഹാര, ആഹാരം കൺട്രോൾ ചെയ്തിട്ട് ചിലര് യജ്ഞം നടത്തുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ഒരിക്കലും കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ ഈ ധർമ്മശാസ്ത്രം കേൾക്കുന്നവർ പിന്നീട് കേൾക്കും. ചന്ദ്രായനം എന്നൊരു ശിക്ഷയുണ്ട്. ചന്ദ്രായനം ഒരു ശിക്ഷയാണ്, ഒരാളെ പണിഷ്മെന്റ് ആണ്. എന്താ ചന്ദ്രായനം ശിക്ഷ അറിയോ? കർത്തവാവ് കഴിഞ്ഞാല് പ്രഥമ 1ാം ദിവസം 1 ഉരുള ചോറേ ഒരു ദിവസം കിട്ടുള്ളൂ. ദ്വിതീയ 2 ഉരുള ചോറ്, ആ ഉരുളയ്ക്ക് ഒരു ഡയമീറ്റർ ഉണ്ട്. 2ാം ദിവസം 2, തൃതീയ 3 ഉരുള ചോറ്, ചതുർത്ഥി 4 ഉരുള ചോറ്, പഞ്ചമി 15 ഉരുള ചോറ് ഒരു ദിവസം. അത് കഴിഞ്ഞ് തിരിച്ചു വരും. പിന്നെ വെളുത്ത വാവ് കഴിഞ്ഞ് പിന്നെ പ്രഥമ വരുമ്പോഴത്തേക്ക് 14, 13, 12, 11, 10 വന്നിട്ട് വീണ്ടും കറുത്ത വാവാകുമ്പോൾ 0 ആവും. ഇതൊരു ശിക്ഷയാണ്. ഭക്ഷണം കഴിക്കാനുള്ള കൊതിയുടെ പരമകാഷ്ഠയിലാണ് നിൽക്കുക. പക്ഷെ ആ ഭക്ഷണത്തെ കൺട്രോൾ ചെയ്തുകൊണ്ട് ചെയ്യുന്ന എന്താ പറയാ, നിരാഹാര സത്യാഗ്രഹം, നിശാഹാര സത്യാഗ്രഹമല്ല. അപ്പോൾ അവരെ നിയതാഹാര, ഭക്ഷണത്തെ കൺട്രോൾ ചെയ്തുകൊണ്ട് ചിലർ യജ്ഞം നടത്തും. പ്രാണാൻ പ്രാണേഷു ജുഹ്വതി, ജീവാത്മാവിനെ ജീവാത്മാവിൽ നിലനിർത്താൻ ട്രെയിനിങ് ലഭിച്ചവര് ആ ജീവാത്മാവിനെ അതിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ. നിങ്ങൾക്ക് പണ്ടത്തെ ഇതില് ഒളിമ്പിക്സില് ഒരു വളരെ വളരെ കാര്യമായിട്ട് ഒളിമ്പിക്സിൽ പ്രവർത്തിക്കുന്ന പലരും ഉണ്ടായിരുന്നു. അവരെല്ലാം ഈ ജിംനാസ്റ്റിക്കിൽ പ്രവർത്തിക്കുന്നത് അവരുടെ ശരീരത്തെ അവര് കൺട്രോൾ ചെയ്യാണ്. ആ ശരീരത്തിലെ ഓരോ സെല്ലും ഓരോ എല്ലും അവര് പറയുന്ന മാതിരി പോകും. അതില് ചില ജപ്പാനീസ് ചൈനീസ് ജിംനാസ്റ്റിക്സ് പെർഫെക്റ്റ് ആയിട്ടാണ്. നാദിയ കൊമനേഷി നിങ്ങൾ കേട്ടിയാണ്. പണ്ട് ഞാൻ കേട്ടത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേരാണ് നാദിയ കൊമനേഷി. ഈ ഒളിമ്പിക്സിന്റെ ചരിത്രത്തില് അവരുടെ സ്കോർ ബോർഡ് മാത്രമാണ് ജിംനാസ്റ്റിക്സിൽ 0-0-0-0 ആയത്. അർത്ഥം മനസ്സിലായി വിചാരിക്കുന്നു. ജിംനാസ്റ്റിക്സിൽ ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 99.999969 ആണ് ജിംനാസ്റ്റിക്സിലെ ഹയസ്റ്റ് മാർക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ 0-0 ആണ്, 100 ഇല്ല. അപ്പൊ ഈ നാദിയ കൊമനേഷി എന്ന് പറയുന്ന ജപ്പനീസ് സ്ത്രീ ജിംനാസ്റ്റിക്സ് പെർഫെക്റ്റ് ആയിട്ട് അവരുടെ പെർഫെക്ഷന്റെ ലെവൽ കഴിഞ്ഞു. ശരീരത്തെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് സാധിച്ചു. ഇവിടെ പ്രാണാൻ പ്രാണേഷു ജുഹ്വതി, ശ്വാസത്തെ ശ്വാസത്തിൽ അടക്കി വെച്ചിട്ട്, ദൃശ്യത്തെ ദൃശ്യത്തിൽ അടക്കി വെച്ചിട്ട്, ഘ്രാണത്തെ ഘ്രാണത്തിൽ അടക്കി വെച്ചിട്ട്, ശ്രവ്യത്തെ ശ്രവണത്തിൽ അടക്കി വെച്ചിട്ട് ജീവിക്കാൻ കഴിവുള്ളവരെ നമുക്ക് വിവരിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്ത് ജീവിക്കാൻ കഴിവുള്ളവരുണ്ട്. അതുകൊണ്ട് സർവേപ്യേതേ യജ്ഞവിധം, ഇങ്ങനെ പല വിധത്തിലുള്ള യജ്ഞം നടത്തുന്നവരെല്ലാം
യജ്ഞ ക്ഷപത കൽമിഷ, ആ യജ്ഞം ഡിവോഷൻ, ഡെഡിക്കേഷൻ ആൻഡ് സിൻസിയറിറ്റി ആയിട്ട് ചെയ്താൽ, ആ യജ്ഞം ഡിവോട്ടഡ്, ഡെഡിക്കേറ്റഡ് ആൻഡ് സിൻസിയർ ആയിട്ട് ചെയ്താൽ അവരെല്ലാം ആ യജ്ഞത്തിലൂടെ പാപത്തിൽ നിന്ന് മോക്ഷം നേടും. ഇനി ഒരു വരി കൂടി പറയാം. സാധാരണഗതിയിൽ നമുക്ക് ഈ ചെവിയിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല. കണ്ണിന് കണ്ണിലും, മൂക്ക് മൂക്കിലും, നാക്ക് നാക്കിലും, ത്വക്ക് ത്വക്കിലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മൾ ഓർഡിനറി പീപ്പിളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുന്ന സമയത്ത് കീർത്തനം ചൊല്ലാൻ പറയും. അപ്പോൾ ചെവിയിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ചെവി ആ കീർത്തനത്തിൽ ഫോക്കസ് ചെയ്യും. നല്ല വിളക്ക് കത്തിച്ചിട്ട് നല്ല രൂപം വെക്കാൻ പറയും. കണ്ണിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ആ രൂപത്തിൽ ഫോക്കസ് ചെയ്യും. നല്ല ചന്ദനത്തിരിയോ അഷ്ടഗന്ധമോ പുകയ്ക്കാൻ പറയും. മൂക്കിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ആ ഗന്ധത്തിൽ ഫോക്കസ് ചെയ്യും. ഈ തീർത്ഥപ്രസാദങ്ങൾ ഇത് കഴിഞ്ഞ് കഴിക്കുമ്പോൾ നാക്ക് അതിൽ ഫോക്കസ് ചെയ്യും. നല്ല ഇരിപ്പിടത്തിൽ ഇരിക്കാൻ പറഞ്ഞ് സുഖമായിട്ടുള്ള ആസനത്തിൽ ഇരിക്കാൻ പറയാൻ കാരണം നമ്മളുടെ സ്കിന്ന്, സ്പർശനേന്ദ്രിയങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം കുറേ കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ഇൻറ്റേർണലി നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എക്സ്റ്റേർണലി ഫോക്കസ് ചെയ്യും. ഒരു ഓങ്കാരം വെച്ച് ഒരു മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് ഒന്നില്ലെങ്കിൽ ഒരു ചെറിയ വയലിൻ്റെ സൗണ്ടോ അല്ലെങ്കിൽ ഒരു കീർത്തനമോ അല്ലെങ്കിൽ 100% ശാന്തത, 100% ശാന്തത നമുക്ക് പറ്റില്ല. നമ്മുടെ ശ്രദ്ധ വേറെ സ്ഥലത്തേക്ക് പോകും. അതുകൊണ്ട് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ എടുത്താലും മാതാമൃതാനന്ദമേൻ്റെ എടുത്താലും സത്യസായിബാബയുടെ എല്ലാ ധ്യാനങ്ങൾ എടുക്കുമ്പോൾ വല്ല സംഗീതം ഉണ്ടാവും. ഇതിനാ ചെവി അതിലേക്ക്, കണ്ണ് ദൃശ്യത്തിലേക്ക്, മൂക്ക് സുഗന്ധത്തിലേക്ക്, നാക്ക് രണ്ട് രീതിയിൽ കീർത്തനത്തിൽ ഓം ചൊല്ലലും അപ്പോഴും നാക്ക് അതിൽ ഇൻവോൾവ് ആവും. ഓങ്കാരം ചൊല്ലല്, സ്കിന്ന് നല്ല ശാന്തമായ. നിങ്ങൾ നോക്കിക്കോളൂ, ധ്യാനം വളരെ പ്രൊഫഷണലി ധ്യാനിക്കുന്ന മുറികളിലൊക്കെ AC ഉണ്ടാവും. കാരണം ഇയാൾ ചൂടുകൊണ്ട് വിയർത്തൊലിച്ച് ധ്യാനിക്കാൻ ഇയാൾക്ക് പറ്റില്ല. അതുകൊണ്ട് ആ ചുറ്റുപാടുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്ക് സ്കിന്നിനെ കൺട്രോൾ ചെയ്യാൻ എൻവയോൺമെൻറ്റിനെ കൺട്രോൾ ചെയ്ത് കൊടുക്കാം. അതുകൊണ്ടാണ് ഈ ചന്ദനത്തിരി കത്തിക്കുന്നതും, അതുകൊണ്ടാണ് ഈ നല്ല മാല, നല്ല ആടയാഭരണങ്ങളുടെ വിഗ്രഹത്തിൽ അണിയുന്നതും, അതുകൊണ്ടാണ് കീർത്തനങ്ങൾ ചൊല്ലണം എന്ന് പറയുന്നതും, അതുകൊണ്ടാണ് ഓങ്കാരം ചൊല്ലണം എന്ന് പറയുന്നതും, അതുകൊണ്ടാണ് ചെറിയ ചെറിയ മ്യൂസിക് വേണമെന്ന് പറയുന്നതും. ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് നമുക്ക് ഇന്റേണലി ഇപ്പോൾ പറഞ്ഞ മാതിരി സർവേപ്യേതേ യജ്ഞവിദോ യജ്ഞക്ഷപത കൽമിഷ, ഇന്ദ്രിയങ്ങളിൽ ഒതുക്കി വെച്ചിട്ട് പലർക്കും ഈ ധ്യാനത്തിലൂടെയോ യജ്ഞത്തിലൂടെയോ പോകാൻ പറ്റാത്തത് കൊണ്ട് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള വേറെ മെത്തേഡുകൾ ഉപയോഗിക്കുന്നു എന്നർത്ഥം. അർത്ഥം മനസ്സിലായല്ലോ? അടുത്തത് യജ്ഞശിഷ്ടാമൃതഭുജോ. ഏത് കർമ്മം ചെയ്താലും അതിൻ്റെ പ്രസാദമായിട്ട് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നു എന്ന് വിചാരിക്കാം. എല്ലാം ഈശ്വരന് അർപ്പിച്ച്. എൻ്റെ വീട്ടിൽ മരച്ചീനിയുടെ ചിപ്സ് ഉണ്ടാക്കിയാലും പൂജാമുറിയിൽ കൊണ്ടു വെച്ചിട്ടേ ഞങ്ങൾ കഴിക്കുള്ളൂ. എന്തുണ്ടാക്കിയാലും പൂജാമുറിയിൽ കൊണ്ടു വയ്ക്കും. സാധാരണ പുഴുക്കലരിയാണെങ്കിൽ വെക്കില്ല. ബാക്കിയുള്ളതെല്ലാം ഈശ്വരന് സമർപ്പിച്ചിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ കഴിക്കാം. യജ്ഞശിഷ്ടാമൃതഭുജോ. അത് വലിയൊരു സ്പിരിച്വൽ വലിയ അച്ചീവ്മെൻറ്റും ആക്ടിവിറ്റിയും ഒന്നും അല്ല കേട്ടോ, വളരെ നോർമൽ കാര്യമാണ്. അല്ലാതെ അത് വലിയൊരു കാര്യമായിട്ട് പറഞ്ഞതല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഏത് ഭക്ഷണവും ഏത് സാധനവും സമർപ്പിച്ചിട്ട് കഴിക്കാം. നമ്മൾ പുസ്തകം വായിക്കാൻ ഇരിക്കുമ്പോഴും അത് തലയിൽ തൊട്ട് നമ്മൾ വായിക്കാൻ തുടങ്ങുമ്പോൾ അതും ഒരു സമർപ്പണമാണ്. കാറ് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റിയറിംഗ് തൊട്ട് തലയിൽ വെക്കുക, അതൊരു സമർപ്പണമാണ്, ഒരു യജ്ഞത്തിൻ്റെ ഭാഗമാണ്, മൈനർ യജ്ഞത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ഭൂമിയിലേക്ക് കാല് വെക്കുന്നതിന് മുമ്പ് സമുദ്രവസനേ ദേവി പർവ്വതസ്ഥനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറഞ്ഞ് ആ ഭൂമി തൊട്ട് തലയിൽ വെക്കുന്നത് ഒരു ചെറിയ യജ്ഞമാണ്. ഒരു കർമ്മം ആരംഭിക്കുന്നതിന് മുമ്പുള്ള സമർപ്പണം. പിന്നെ നിന്റെ പെർമിഷനോടുകൂടി നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോഴും ബ്രഹ്മാർപ്പണം എന്ന് പറയുന്നതും പ്രഭോ ശൈവാവൃത ഭക്തിയ എന്ന് പറയുന്നതും, അതല്ലെങ്കിൽ ഓം ഭൂർഭുവസ്വഹ ഋതന്ത്വാ സത്യേന പരിഷിഞ്ചയാമി ഭൂർഭുവസ്വരോം അന്തശ്ചരതി ഭൂതേഷു ഗുഹായാം സർവതോമുഖത്വം യജ്ഞത്വം വഷത്കാരത്വം വിഷ്ണു പുരുഷ പര പ്രാണായ സ്വാഹ പാനായ സ്വാഹ വ്യാനായ സ്വാഹ ഉദാനായ സ്വാഹ സമാനായ സ്വാഹ ആത്മനേ സ്വാഹ എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും എല്ലാം ആ ഭക്ഷണം കഴിക്കലും ഒരു യജ്ഞമാണ്. ആ യജ്ഞം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു യജ്ഞപ്രസാദമായി മാറും. ഈ അമ്പലങ്ങളിൽ അന്നദാനം ചെയ്യുമ്പോഴത്തേക്കും സാധാരണ
പൂജാമുറി ശ്രീകോവിലിൽ നിന്ന് കുറച്ച് തുളസി കൊണ്ടുവന്ന് ഈ ഭക്ഷണത്തിൽ ഇടാറുണ്ട്. അപ്പോഴേ അത് അന്നദാനമാവുള്ളൂ, യഥാർത്ഥത്തിൽ അത് സമർപ്പണമാവുള്ളൂ. അതല്ലാതെ ഇപ്പോൾ കൊടുക്കാറുണ്ട്, ആരും ബോധറൊന്നും ചെയ്യാറില്ല. ഇതിൻ്റെ പുറകിലൊക്കെ ഒരു ഡിസിപ്ലിനാണ്. ഇതൊക്കെ ഈശ്വരനെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാനോ ഒന്നുമല്ല. എന്തും യു ആർ തിങ്കിങ്, സ്റ്റാർട്ടിങ്, ഡൂയിങ്, കംപ്ലീറ്റിംഗ്, ഇവാലുവേറ്റിംഗ്. 5 വാക്കുകളാണ്. തിങ്കിങ് അബൌട്ട് വാട്ട് യു ആർ ഗോയിങ് ടു ഡു, സ്റ്റാർട്ടിങ് വാട്ട് യു ആർ ഡൂയിങ്, ആൻഡ് ഡൂയിങ് ഇറ്റ് വിത്ത് ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി, കംപ്ലീറ്റിംഗ് ദാറ്റ് വർക്ക് ആൻഡ് ഇവാലുവേറ്റിംഗ്. അപ്പോൾ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും ഉണ്ട്. നമ്മൾ ഇംഗ്ലീഷിൽ ഇല്ലാത്തൊരു വാക്ക് കൂടി പറയട്ടെ, സിസ്റ്റമാറ്റിക് ആൻഡ് കസ്റ്റമാറ്റിക്. കസ്റ്റമാറ്റിക് എന്ന വാക്ക് ഇംഗ്ലീഷിലില്ല, നമുക്ക് മലയാളത്തിലുണ്ട്. അടുക്കും ചിട്ടയോടും കൂടി എന്നുള്ളതിനാണ് സിസ്റ്റമാറ്റിക് ആൻഡ് കസ്റ്റമാറ്റിക്. ഇംഗ്ലീഷുകാർ ഭാരതം വിട്ടു പോയപ്പോഴത്തേക്കും നിങ്ങൾക്കിഷ്ടമുള്ള ഇംഗ്ലീഷ് വാക്ക് ഉണ്ടാക്കാൻ പാടില്ലെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. നമുക്കിഷ്ടമാതിരിയുള്ള വാക്കുകളൊക്കെ ഉണ്ടാക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവണമെന്ന് മാത്രമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ആരോ ഒരാൾ ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പോഴത്തേക്കും അയാൾ ചോദിച്ചു, ഈ ലീഡർക്ക് വേണ്ട ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഡിഗ്നിക്വിറ്റി ആൻഡ് ഉഗ്രമാലിറ്റി ആർ നീഡഡ് എന്ന് പറഞ്ഞു. ഡിഗ്നിക്വിറ്റി ആൻഡ് ഉഗ്രമാലിറ്റി, ഇത് രണ്ടും അവർക്ക് മനസ്സിലായില്ല. ദീസ് ആർ 2 വേർഡ്സ് വിച്ച് യു മേ നോട്ട് ബി നോയിങ്, ഓൺലി മലയാളീസ് നോ എന്ന് അയാൾ പറഞ്ഞു. കഥയാണേ സംഭവിച്ചതല്ല. അപ്പം ചില വാക്കുകളൊക്കെ നമുക്ക് ഇഷ്ടമാതിരിയൊക്കെ ഉണ്ടാക്കാം, ഒന്നും ആരും തടയാനൊന്നും പോകുന്നില്ല. ഡിക്ഷണറിയിലുള്ള വാക്ക് ഉണ്ടാക്കാൻ പാടുള്ളൂ, ഉണ്ടാക്കിയ വാക്കുകൾ ഡിക്ഷണറിയിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഈ രസം കൂട്ടി ഊണ് കഴിക്കില്ലേ, ആ രസം വേണം എന്നുള്ളതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എന്താ പറയുക, മർക്കുറി വേണമെന്ന് പറയുമോ? ഇല്ലല്ലോ, രസത്തിന് രസം എന്ന് മാത്രമേ ഉള്ളൂ, അതിന് മർക്കുറി എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ, രണ്ടും രണ്ടല്ലേ. അപ്പം അങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കുറയ്ക്കാം. യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മ സനാതനം. യജ്ഞഭാവത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാൻ യോഗ്യതയുള്ള വ്യക്തി, എല്ലാം യജ്ഞഭാവത്തിൽ പ്രവർത്തിക്കാൻ യോഗ്യതയുള്ള വ്യക്തി അതിൽ നിന്ന് കർമ്മഫലം അനുഭവിക്കുമ്പോൾ യജ്ഞശിഷ്ടം, അതിൻ്റെ യജ്ഞപ്രസാദമായിട്ടാണ് യാന്തി ബ്രഹ്മസന, പരമമായ ബ്രഹ്മ ആനന്ദത്തിലേക്ക് പോകുന്നു, ബ്രഹ്മ ജ്ഞാനത്തിലേക്ക് പോകുന്നു, ബ്രഹ്മ നിർവൃതിയിലേക്ക് പോകുന്നു. ചുരുക്കം ബ്രഹ്മാനന്ദം. ബ്രഹ്മാനന്ദം എന്ന് പറഞ്ഞാൽ വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള ഒരു അനുഭൂതിയാണ് സാധാരണ ബ്രഹ്മാനന്ദം എന്ന് പറയാം. അത് അനുഭവിച്ച് തന്നെ അറിയണം, വിവരിക്കാൻ സാധിക്കില്ല. അപ്പോൾ യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം, ശാശ്വതമായ ഒരു സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, ശാന്തിയിലേക്ക് അവരെത്തുന്നു. യജ്ഞഭാവത്തിൽ ചെയ്യുന്ന കർമ്മത്തിന്റെ റിസൾട്ടും റിവാർഡും അനുഭവിക്കുന്ന സമയത്ത്. ന അയം ലോകോ അസ്തി അയജ്ഞസ്യ നായം ലോകോസ്തി അയജ്ഞസ്യ കുതോ അന്യ കുരുസത്തമ. ഈ ലോകത്തിൽ മാത്രമല്ല, ഏത് ലോകത്തിലും ഇപ്രകാരം, ടു ദി മാൻ ഹൂ ഡസ് നോട്ട് ഓഫർ സാക്രിഫൈസ് ഈവൻ ദിസ് വേൾഡ് ഈസ് നോട്ട് ഹാപ്പി. ഈ ലോകത്തിൽ ഇത് ചെയ്തില്ല എങ്കിൽ അയാൾക്ക് ഈ ലോകത്തിൽ ശാന്തി ഉണ്ടാവില്ല, പരലോകത്തിൽ ഒട്ടും ഉണ്ടാവില്ല. എന്നാൽ അയം ലോകവും, ഈ ലോകത്തിലും അയാൾക്ക് ശാന്തി ഉണ്ടാവില്ല. അയാൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നു, അയാളുടെ സന്തോഷം, അയാളുടെ സ്വാർത്ഥത. അതാണ് ഈ 12 മണിക്കൂർ ശരിക്കിട്ട് വിരട്ടിയപ്പോൾ വിളറി പുറത്തേക്ക് വന്നത് അവനവന് വേണ്ടി മാത്രം, ഡമ്മികളെയും മറ്റുള്ളവരെയും വെച്ച് ചെയ്തതിൻ്റെയാണ്. അവനവന്, എന്നെ തൊടാൻ ആർക്കും പറ്റില്ലെന്ന് പറഞ്ഞ് ചെയ്തതിൻ്റെതാണ് ഞാൻ എന്ന ഭാവങ്ങളെ അവിടെ പറ്റിയതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു യജ്ഞഭാവത്തിലല്ലാതെ ഏത് പ്രവൃത്തി ചെയ്താലും അയാൾക്ക് ഈ ലോകത്തിൽ ശാന്തി ഉണ്ടാവില്ല, പിന്നെ പരലോകത്തിലെ കാര്യം പറയണ്ടല്ലോ. മരണാനന്തരം ഈ സഞ്ചിത കർമ്മവും ആർജിത കർമ്മവും പ്രാരബ്ധ കർമ്മവും കൊണ്ട് ആത്മാവ് അടുത്ത ശരീരം തിരഞ്ഞെടുക്കുമ്പോൾ, ബ്രയൻ എൽ വൈസ് മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ്, മെസ്സേജസ് ഫ്രം ദി മാസ്റ്റേഴ്സ് എന്നീ 2 പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത് പോലെ, ഈ ആത്മാവ് ഈ ശരീരം ഉപേക്ഷിച്ച് കർമ്മബലവുമായിട്ട് അടുത്ത ശരീരം തിരഞ്ഞെടുക്കുമ്പോൾ അവിടെയും ഇയാൾക്ക് സ്വസ്ഥത കിട്ടില്ല. അതുകൊണ്ട് ന അയം ലോകോ നാസ്തി അപര അയജ്ഞസ്യ കുതോ അന്യ കുരുസത്തമ. അന്യലോകത്തിൽ പിന്നെ എങ്ങനെയാ കിട്ടുക? ഈ ജന്മത്തിലും കിട്ടില്ല, അന്യജന്മത്തിലും കിട്ടില്ല. അതുകൊണ്ട് ഇത്രയും വലിയ കാര്യങ്ങളൊന്നും അല്ല നമ്മൾ പറയുന്നത് കേട്ടോ, വളരെ ചെറിയ കാര്യം. നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴും യജ്ഞഭാവത്തിൽ ചെയ്യുക. ആ യജ്ഞത്തിൻ്റെ റിസൾട്ടും റിവാർഡും സന്തോഷത്തോടു കൂടി അനുഭവിക്കുക.
അത് സമർപ്പണ ഭാവത്തിൽ, യജ്ഞഭാവത്തിൽ അല്ലാതെ ചെയ്താൽ അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ ലോകത്തിൽ നിങ്ങൾക്ക് ശാന്തി തരില്ല, അടുത്ത ലോകത്തിലും ശാന്തി തരില്ല. ഈ ജീവാത്മാവ് ഈ ശരീരം ഉപേക്ഷിച്ച് അടുത്ത ശരീരം സ്വീകരിക്കാനായിട്ട് പോകുന്ന സമയത്ത് അവിടെയും നമുക്ക് ശാന്തി കിട്ടില്ല. അതുകൊണ്ട് ഏത് കർമ്മവും യജ്ഞഭാവത്തില്, രക്തദാന യജ്ഞം, നിരാഹാര യജ്ഞം, അതുപോലെ തന്നെ സമ്പർക്ക യജ്ഞം, ഇത് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അന്നദാന യജ്ഞം, രക്തദാന യജ്ഞം, നേത്രദാന യജ്ഞം, അവയവദാന യജ്ഞം, ഇത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇതെല്ലാം. വസ്ത്രദാനം, ഭൂമിദാനം, ഫലദാനം, പശുദാനം. പശുദാനത്തിന് പശുവിനെ കൊടുക്കാൻ ഇപ്പൊ പറ്റില്ല, ഒരു ഡബിളും ഒരു തോർത്തമുണ്ടും വെച്ച് കൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ പശുദാനം. അത് കുഴപ്പമൊന്നുമില്ല. അപ്പോ ഈ ദാനഭാവത്തിൽ ഭാരതം നിലനിന്നിരുന്നു. അത് തന്നെയാണ് കൃഷ്ണൻ ഇവിടെ പറഞ്ഞത്. ഏവം ബഹുവിധാ യജ്ഞ. ഇപ്പൊ ഞാൻ പറഞ്ഞേ ഉള്ളൂ, പല തരത്തിലുള്ള യജ്ഞങ്ങളുണ്ട്. ഇത് ഞാൻ വീണ്ടും പറയുന്നു, വലിയ ആത്മീയതയൊന്നും ഇതിനകത്തില്ല. ഗിവിങ് ആൻഡ് ഗിവിങ്, ഡൊണേറ്റിംഗ് ടു അതേഴ്സ്, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ ചെയ്യുന്ന പ്രവൃത്തി യജ്ഞഭാവത്തിൽ ചെയ്യുക. അമ്മയെ ചികിത്സിക്കുമ്പോൾ അത് യജ്ഞഭാവത്തിൽ, അച്ഛനെ സംരക്ഷിക്കുമ്പോൾ യജ്ഞഭാവത്തിൽ, ഭാര്യയെയും മക്കളെയും അല്ലെങ്കിൽ ഭർത്താവിനെയും മക്കളെയും എല്ലാം സംരക്ഷിക്കുമ്പോൾ ഒരു യജ്ഞഭാവത്തിൽ, ഇതെൻ്റെ ധർമ്മമാണ് എന്ന ഭാവത്തിൽ, മനസ്സിന്റെ വീക്ഷണത്തിനോട് മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. അത് ഓട്ടോമാറ്റിക്കലി ശരീരത്തിലും വാക്കിലും പ്രവൃത്തിയിലും റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഏവം ബഹുവിധാ യജ്ഞ, പലതരത്തിലുള്ള യജ്ഞമുണ്ട്. വിദതാ ബ്രഹ്മണോ മുഖേ, ബ്രഹ്മജ്ഞാനികളുടെ മുഖത്തിലൂടെ അനവധി യജ്ഞങ്ങളെ കുറിച്ചിട്ട് വിവരിച്ചിട്ടുണ്ട്. കർമ്മജാൻ വിദ്യുതാൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോക്ഷ്യതി. ഈ യജ്ഞങ്ങളെല്ലാം കർമ്മവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. വെറുതെ ഇരുന്ന് പ്രാണായാമം ചെയ്യുമ്പോഴും അതിനകത്തൊരു കർമ്മമുണ്ട്. അതുകൊണ്ട് സെൻസസ് ആൻഡ് ബോഡി, ദസ് നോയിങ് ദ ട്രൂത്ത് അബൌട്ട് ദം യു ഷാൽ ബി ഫ്രീഡ് ഫ്രം ദി ബോണ്ടേജ് ഓഫ് ആക്ഷൻ. അപ്പോൾ എല്ലാം കർമ്മത്തിലൂടെ കർമാതീതനാവുക. ഇതെല്ലാം, ഈ യജ്ഞങ്ങളിലെല്ലാം കർമ്മഭാഗമുണ്ട്. ആ കർമ്മം ചെയ്ത് കർമ്മത്തിന് അതീതനാവുക. അപ്പൊ ആ കർമ്മത്തിന്റെ ബന്ധനം ഇയാൾക്ക് ഉണ്ടാവില്ല. എല്ലാം കർമ്മത്തില് കർമ്മയജ്ഞമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു സമർപ്പണ ഭാവമാണ്. ഞാൻ അങ്ങോട്ടേ കൊടുക്കുന്നുള്ളൂ, ഇങ്ങോട്ടൊന്നും എടുക്കുന്നില്ല. അപ്പോൾ സമർപ്പണ ഭാവത്തിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബന്ധനം ഉണ്ടാവുന്നില്ല. പൊന്നാട പ്രതീക്ഷിച്ചിട്ടല്ല, സർട്ടിഫിക്കറ്റ് പ്രതീക്ഷിച്ചിട്ടല്ല, അവാർഡ് പ്രതീക്ഷിച്ചിട്ടല്ല, ജനങ്ങളുടെ സ്വീകരണം പ്രതീക്ഷിച്ചിട്ടല്ല, ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്യുന്നതെങ്കിലോ പിന്നെന്താ ഉള്ളത്? നേരത്തെ പറഞ്ഞ മാതിരി ഞാനിവിടേക്ക് ഖുറാൻ കൊണ്ടുവന്നതെല്ലാം കൊടുക്കുന്നത് മോഡിക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ ഖുറാൻ തിരിച്ചയച്ചോട്ടെ എന്നാണ് പറയുന്നത്. 7500 ഖുറാൻ കൊണ്ടുവരികയും ചെയ്തു. കണക്കനുസരിച്ചിട്ട് 500 ഉള്ളൂ. ബാക്കി എവിടെ പോയി എന്ന് ചോദിച്ചാൽ അത് മോഡി തിരിച്ചയച്ചു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഈ സ്വാർത്ഥതയ്ക്കും അധർമ്മത്തിനും അനീതിക്കും അന്യായത്തിനും അസത്യത്തിനും അനവധി വഴികളുണ്ട്. സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ന്യായത്തിനും ഒരു സ്ട്രെയിറ്റ് വഴികളേ ഉള്ളൂ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു മന്ത്രി കാറിൻ്റെ സീറ്റിൻ്റെ അടിയിൽ കുനിഞ്ഞ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്കും അവിടുന്ന് വീട്ടിലും മൊത്തത്തിൽ അടച്ചു പൂട്ടി ആരുമില്ലാത്ത രീതിയിൽ കഴിയേണ്ടി വരുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെയാണ് നമുക്ക് ഈ ചെയ്ത കർമ്മത്തിൻ്റെ ഒക്കെ ഫലം അനുഭവിക്കേണ്ടി വരുന്നു പറയാം. ഇതിനേക്കാളും വലിയ എന്തെന്നാ അനുഭവിക്കാനുള്ള, എത്ര സമ്പത്ത് കിട്ടിയാലും എന്തൊക്കെയാ അനുഭവിക്കാനുള്ളത് എന്ന് നോക്കാം. അടുത്തത് ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞ പരന്തവ. നിങ്ങൾ ഏത് പ്രവൃത്തി ചെയ്താലും ആ പ്രവൃത്തിയെല്ലാം, ദ്രവ്യമയ യജ്ഞങ്ങളെല്ലാം തന്നെ ജ്ഞാനത്തിലാണ്. കർമ്മമെല്ലാം ജ്ഞാനത്തിൽ പരിസമാപിക്കണം. എങ്കിലും ദ്രവ്യമയമായ യജ്ഞത്തെക്കാൾ മഹത്വമേറിയത് ജ്ഞാനയജ്ഞമാണ്. അതാണ് സപ്താഹയജ്ഞം. സപ്താഹയജ്ഞം. എന്ത് ഈ സപ്താഹയജ്ഞം? ഏകാഹം മുതൽക്ക് സഹസ്രാഹം വരെയുള്ള യജ്ഞത്തെക്കുറിച്ച് തൈത്തരീയ സംഹിത പറയുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. ശതപഥ ബ്രാഹ്മണം വലിയൊരു പുസ്തകം, പെർഫെക്റ്റ് പുസ്തകം. മുഴുവനും വായിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിലെ ലൈബ്രറിയിൽ അതുണ്ട്, പുതിയ പുസ്തകം. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞാനല്ലാതെ വേറെ ആരും അത് വായിച്ചിട്ടില്ല എന്നാണ് അവിടുത്തെ ലൈബ്രറിയൻ പറഞ്ഞത്. നല്ല സംസ്കൃതാക്ഷരം, നല്ല സംസ്കൃത പുസ്തകം, അതിഗംഭീരമായ പുസ്തകമാണ്
ശതപഥ ബ്രാഹ്മണം. ശതപഥം എന്നുദ്ദേശിച്ചത് 100 അധ്യായങ്ങളുള്ള ബ്രാഹ്മണം. ആ ബ്രാഹ്മണത്തിൽ ഒരു ദിവസം നടത്തുന്ന യാഗം മുതൽക്ക് 1000 ദിവസം നടത്തുന്ന യാഗം വരെ, ഏകാഹം, അഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം, ഏകാഹം മുതൽക്ക് സഹസ്രാഹം വരെയുള്ള യാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ അഥർവവേദത്തിന്റെ ബ്രാഹ്മണം, ഗോപത ബ്രാഹ്മണം, അതും അതിബൃഹത്തായ ബ്രാഹ്മണം, അവിടെയും 1000 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാഗത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ യാഗങ്ങളെല്ലാം എന്താ നമ്മൾ പറയുക? കാമ്യേഷ്ടികൾ. യാഗത്തിന്റെ പേരെന്താണ്? കാമ്യേഷ്ടികൾ. നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള യാഗങ്ങളാണ് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. എന്താഗ്രഹം പൂർത്തിയാണ്? നല്ല വീടുണ്ടാവണം, ധാരാളം സമ്പത്ത് കിട്ടണം, ധാരാളം പശുപക്ഷി മൃഗാദികൾ ഉണ്ടാവണം, നല്ല വീടുണ്ടാവണം, നല്ല രീതിയിലുള്ള ആഭരണങ്ങൾ ഉണ്ടാവണം. അങ്ങനെ നമ്മളുടെ ജീവിതത്തിനെ സുഖസമ്പൂർണമാക്കാൻ എന്തെല്ലാം നമുക്ക് വേണോ അതിനെയാണ് കാമ്യേഷ്ടികൾ എന്ന് പറയും. ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള യാഗങ്ങൾ. വേറൊരെണ്ണമുണ്ട് മോക്ഷേഷ്ടികൾ. എനിക്ക് ആഗ്രഹം പൂർത്തീകരിക്കാനൊന്നുമില്ല, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവാത്മാവ് പരമാത്മാവിൽ അലിഞ്ഞു ചേർന്ന പരമമായ മോക്ഷം എനിക്ക് ലഭിക്കണം, പരമമായ മോക്ഷം ലഭിക്കണം, അത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ ദൈവദശകത്തിൽ പറഞ്ഞിട്ടില്ല, ഒന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും എന്ന് പറഞ്ഞിരിക്കുന്ന ആ വരിയുടെ അകത്തതുണ്ട്. ഇനി ഒരു ജന്മം വേണ്ട, എനിക്ക് സുഖമായിട്ട് മരിക്കണം, സുഖമായിട്ട് ഈ ലോകത്തു നിന്ന് യാത്രയാകണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന യാഗങ്ങൾക്കുള്ള പേരാണ്, യജ്ഞങ്ങൾക്കുള്ള പേരാണ് മോക്ഷേഷ്ടി. ഇഷ്ടി എന്ന് വെച്ചാൽ യാഗം, യജ്ഞം. ഇഷ്ടി എന്ന് വെച്ചാൽ യാഗം അല്ലെങ്കിൽ യജ്ഞം. അപ്പൊ ഇവിടെ ശ്രേയാൻ ദ്രവ്യയജ്ഞാ വ്യയജ്ഞാ ജ്ഞാനയജ്ഞ ദ്രവ്യമയാദ്യജ്ഞ ജ്ഞാനയജ്ഞ പരന്തവ. അല്ലയോ അർജുന, ദ്രവ്യം കൊണ്ട് നടത്തുന്ന യജ്ഞത്തെക്കാൾ ജ്ഞാനം കൊണ്ട് നടത്തുന്ന യജ്ഞമാണ് ശ്രേഷ്ഠം. സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. അല്ലയോ അർജുന, എല്ലാ കർമ്മവും ജ്ഞാനത്തിൽ പരിസമാപിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താ? എല്ലാ കർമ്മവും ജ്ഞാനത്തിൽ പരിസമാപിക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥം എന്താ? ഈ ISROയിൽ ചെന്നിട്ട് നിങ്ങൾ 2 വർഷം പ്രൊബേഷണറി ഓഫീസറായിട്ട് വർക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. പ്രൊബേഷണറി ഓഫീസറല്ല, പ്രൊബേഷണറി ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. ആ 2 വർഷവും നിങ്ങൾ വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് അവരെ എന്താ തരിക? ഒരു സർട്ടിഫിക്കറ്റാണ് തരിക. ആ സർട്ടിഫിക്കറ്റിൽ എന്താ എഴുതുക? ഫോർ ദ ലാസ്റ്റ് 2 years ദിസ് പേഴ്സൺ ഹാസ് വർക്ക്ഡ് ഹിയർ ആൻഡ് ഹാസ് ഗോട്ട് എ ഫണ്ടാസ്റ്റിക് എക്സ്പീരിയൻസ് ഓൺ XYZ ആൻഡ് അതർ തിങ്. ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് ജ്ഞാനം. അത് ആ കടലാസിൽ നിങ്ങളുടെ കൈ തരികയാണ്. അതായത് 10 ഇഞ്ചോ അല്ലെങ്കിൽ 10 സെന്റിമീറ്ററോ വീതിയും ഒരു 12 16 സെന്റിമീറ്റർ അല്ലെങ്കിൽ ഇഞ്ച് നീളവുമുള്ള ഒരു ഷീറ്റിൽ എഴുതി ഒപ്പിട്ടിട്ട് സീല് വെച്ച് നിങ്ങളുടെ തരികയാണ്. നിങ്ങളിവിടെ ചെയ്ത വർക്ക് സർവം കർമാഖിലം പാർത്ഥ, ആ ചെയ്ത വർക്കുകളെല്ലാം ജ്ഞാനേ, സർട്ടിഫിക്കറ്റില് പരിസമാപ്യതേ. അർത്ഥം മനസ്സിലായല്ലോ? നിങ്ങൾ ചെയ്യുന്ന വർക്കിനെല്ലാം, നിങ്ങൾ 5 മാസത്തോളം കുക്കായിട്ട് ഈ ഹോട്ടലിൽ വർക്ക് ചെയ്തിരുന്നു, ആ സർട്ടിഫിക്കറ്റും കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മുടെ സ്വപ്നയ്ക്കും സർട്ടിഫിക്കറ്റ് എന്താ കിട്ടിയിരിക്കുന്നത്? 8ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ പഠിച്ചിട്ടുള്ളൂ. എല്ലായിടത്തു നിന്നും സർട്ടിഫിക്കറ്റ് അവരുടെ മുഖം നോക്കിയാൽ എഴുതി കൊടുക്കുന്ന പറയണത്. അങ്ങനെ അവർ ഭയങ്കര സർട്ടിഫിക്കറ്റും കൊണ്ടാണ് ലോകത്തിലെ അങ്ങേയറ്റം വരെ, എന്തോ അമേരിക്കൻ പ്രസിഡന്റിന് ആപ്ലിക്കേഷൻ കൊടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ആ വളരെ ഗംഭീരമായിട്ടുള്ള ഈ വരിയാണ് സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. എല്ലാം ഒരൊറ്റ കടലാസിന്റെ തുണ്ടില് അറിവ് ഉണ്ട് എന്നുള്ള വരികളില് ഒതുങ്ങുന്നു. ഇതാണ് ആ കർമ്മം. നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മത്തിന്റെ പുറകിലുള്ള അറിവ് കൂടി വേണം. ഇപ്പൊ 3 വാക്കുകൾ എന്താണ്? മനസ്സിലെ ഇച്ഛാശക്തി, തലച്ചോറിലെ ജ്ഞാനശക്തി, ശരീരാവയവങ്ങളിൽ ക്രിയാശക്തി. ഇത് എനിക്കും നിങ്ങൾക്കും വേണം. ഇതില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ യൂസ്ഡ് ലെസ്സാണ്, യൂസ്ലെസ് അല്ല, യൂസ്ഡ് ലെസ്സാണ്. മനസ്സിൽ ഇച്ഛാശക്തി ഉണ്ടാവണം, ഏത് കർമ്മം ചെയ്യാനുള്ള ഇച്ഛാശക്തി. തലച്ചോറിൽ ജ്ഞാനശക്തി ഉണ്ടാവണം, അറിവിൻ്റെ ശക്തി ഉണ്ടാവണം. നമ്മുടെ ശരീരാവയവങ്ങളിൽ കർമ്മശക്തി ഉണ്ടാവണം, ക്രിയാശക്തി ഉണ്ടാവണം. അത് 3ആണ്. ഇച്ഛാശക്തി മഹാലക്ഷ്മി, ജ്ഞാനശക്തി സരസ്വതി, ക്രിയാശക്തി പാർവതി എന്നാണ് പറയുക. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആ ജ്ഞാനം അപ്ലൈഡ് നോളജ് ആവുന്നത്. തിയറട്ടിക്കൽ നോളജ് ഉണ്ടായതുകൊണ്ട് കാര്യമൊന്നുമില്ല, അപ്ലൈഡ് നോളജ് വേണം. തിയറട്ടിക്കൽ മാത്തമാറ്റിക്സ് പഠിച്ചാൽ പോരാ, അപ്ലൈഡ് മാത്തമാറ്റിക്സ്, അപ്ലൈഡ് കെമിസ്ട്രി, അപ്ലൈഡ് ഫിസിക്സ്, അപ്ലൈഡ് ബയോ കെമിസ്ട്രിക്ക് പറയുന്ന പേരാണ് ബയോടെക്നോളജി. എല്ലാം അപ്ലൈഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് സർവം ജ്ഞാനാഖിലം പാർത്ഥ
സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യത എന്ന വരിയിലേക്ക് നമ്മൾ വരുന്നത്. അടുത്തത് തദ്വിദ്ധി. ഈ ജ്ഞാനം എങ്ങനെയാ കിട്ടുക? ഈ ജ്ഞാനം എങ്ങനെയാ നമുക്ക് ലഭിക്കുക? തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. നമ്മള് നല്ല അറിവുള്ളവരാണ്. ശരിക്കും 2-3 സ്ഥലത്ത് ഉപനിഷത്തുകളിൽ പറയുന്ന വാക്കാണ്. ഏതാണ് ഉപനിഷത്തുകളിൽ പറയുന്ന? ഉത്തിഷ്ഠത, ജാഗ്രത. അത് നിങ്ങൾക്കറിയാം. അടുത്തത് പ്രാപ്യവരാൻ നിബോധത. അതിൻ്റെ അർത്ഥം എന്താ അറിയാമോ? ഇത് തന്നെയാണ്. ഈ വരിയുടെ അർത്ഥം തന്നെ. പ്രാപ്യ, അക്വയറിങ്, വരാൻ ഫ്രം ദി സ്കോളേഴ്സ് ദ നോളജ്, നോളജ് ഫ്രം ദി സ്കോളേഴ്സ്, നോളജ് ഫ്രം അറിവുള്ളവരിൽ നിന്ന്. പ്രാപ്യ വരാൻ നിബോധത, എൻലൈറ്റൻ യുവർ സെൽഫ്. പ്രാപ്യ വരാൻ നിബോധത എന്ന് വെച്ചാൽ ബൈ അക്വയറിങ് നോളജ് ഫ്രം ദ സ്കോളേഴ്സ് യു എൻലൈറ്റൻ യുവർ സെൽഫ്. ഇതിപ്പോ പറഞ്ഞ കടോപനിഷത്തിലെ ശ്വേതാശ്വേതരോപനിഷത്തിൽ എന്താ പറയാ? സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. പഠിപ്പിച്ച് പോയിക്കൊണ്ടേയിരിക്കുക. അതിൽ നിന്ന് വ്യതിചലിക്കരുത്, അതിൽ നിന്ന് മാറരുത്. അപ്പൊ ഇവിടെ എന്താണ്? തദ്വിദ്ധി പ്രണിപാതേന. ആ അറിവ് നേടാനായിട്ട് നല്ല രീതിയിലുള്ള അറിവുള്ളവരുടെ വ്യക്തിയിലേക്ക് പോകണം. അത് ആരായാലും വിരോധമില്ല. നല്ല അറിവുള്ളവരുടെ വ്യക്തിയുടെ അടുത്ത് പോയിട്ട്, പണ്ട് കൃഷ്ണൻ നായർ എന്ന് പറയുന്ന കലാകൗമുദിയിൽ എഴുതുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി. ഭയങ്കര ദേഷ്യത്തിൽ ഞങ്ങളെ ഗെറ്റ് ഔട്ട് അടിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്ത് കുറേ നേരം നിന്നു. പിന്നെ അദ്ദേഹം വിളിച്ചു ചോദിച്ചു, നിങ്ങളെന്തിനീ പുറത്ത് നിൽക്കുന്നത്? ഞാൻ നിങ്ങൾ പോകാനല്ലേ പറഞ്ഞത്. സാറേ, ഏത് ഗുരുവും പോവാനേ പറയുള്ളൂ, വന്നിരിക്കാൻ പറഞ്ഞില്ലെന്ന് വിചാരിക്കാം. ഞങ്ങൾക്ക് സാറിൻ്റെ അടുത്ത് കുറേ പഠിക്കാനുണ്ട്. എന്നാ വരൂ, അകത്ത് വന്നിരിക്കൂ. പെട്ടെന്ന് മാറി അദ്ദേഹം. ആ കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞാൽ പലരുടെയും അഭിപ്രായത്തിൽ വളരെ ഈഗോയിസ്റ്റിക്കാണ്, അഹങ്കാരിയാണ്. എന്നെക്കുറിച്ചും ചിലർ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ അഹങ്കാരിയായിട്ടുള്ള കൃഷ്ണൻ നായരുടെ പുറത്ത് നമ്മൾ കുറേ നേരം നിന്നു. അതാണ് ഇവിടെ പറയുന്നത്. അറിവുള്ള വ്യക്തികളുടെ പുറത്ത്, അവരുടെ വീട്ടിൽ നമ്മൾ കാത്തിരിക്കുക, അവരുടെ അടുത്ത് കാത്തിരിക്കുക, അവർക്ക് വേണ്ടിയിട്ട് ഇത് നിൽക്കുക. പണ്ട് ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നല്ല ഒരു തമിഴ് ബ്രാഹ്മണൻ, വളരെ പ്രായമായ പാർട്ടിയാണ്. അപ്പോൾ സയൻസിനെ കുറിച്ചുള്ള ആർട്ടിക്കിള് ഒരു 2-3 ആഴ്ച അല്ല 1 മാസം 4 ആഴ്ച എഴുതാനുള്ള ഉത്തരവാദിത്വം അയാൾ എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ വളരെ പ്രായമുള്ളതാണ്, 80-82 വയസ്സായിട്ടുള്ളതാണ്. ഈ സയൻസ് എന്നൊരു സെക്ഷൻ ഈ ഹിന്ദു ന്യൂസ് പേപ്പറിലുണ്ട്. അത് അങ്ങേരാണ് സെലക്ട് ചെയ്യുന്നത്. അത് നേച്ചർ മാഗസിനിലും അമേരിക്കൻ സയൻറ്റിസ്റ്റ് മാഗസിനിലും അങ്ങനെയുള്ള പല മാഗസിനിൽ നിന്നും എടുത്തിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വിധത്തിലാണ് എഴുതേണ്ടത്. അപ്പം ഞാൻ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഒരു 2 മാസം വർക്ക് ചെയ്യുമ്പോൾ 1 മാസം ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്തത്. 2 മാസം ബാക്കിയുള്ള കാര്യത്തിൽ വർക്ക് ചെയ്തു. അപ്പോൾ 1 മാസം ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാനിവിടെ രാവിലെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ, വളരെ പ്രായമായ ആളാണ്, ഞാൻ കുറേ നേരം പുറത്തിരുന്നു. എന്നോട് 8 മണിക്ക് വരാൻ പറഞ്ഞു. ഞാൻ 8 മണിക്ക് പോയി. കറക്റ്റ് അവിടെ എത്തി. 9 മണിയായിട്ട് അങ്ങേര് വന്നില്ല. 9 മണി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നപ്പോഴത്തേക്കും വരും, അകത്തേക്ക് വരൂ പറഞ്ഞു. ഇവിടെ ചായയും കാപ്പിയൊന്നുമില്ല, എനിക്കും ഭാര്യയ്ക്കൊന്നും സുഖമില്ല, ഞങ്ങൾക്ക് പ്രായമായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ എന്നോട് 8 മണിക്ക് വരാൻ പറഞ്ഞിട്ട് ഞാൻ ഈ 9 മണി വരെ കാത്തിരുന്നല്ലോ എന്ന് പറഞ്ഞു, അല്പം റഫായിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 8 മണിക്ക് നിങ്ങളോട് വരാൻ പറഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ 12 മണിക്കേ വരുള്ളൂ, സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്നാൽ മതി. ഞാൻ നിർബന്ധിച്ചിട്ടൊന്നും ഇല്ലല്ലോ, നിങ്ങളോട് വരാൻ ഞാൻ പറഞ്ഞോ? ഞാൻ നിങ്ങളെ വിളിച്ചില്ലല്ലോ, അദ്ദേഹമല്ലേ നിങ്ങളോട് വരാൻ പറഞ്ഞത്, സൗകര്യം ഉണ്ടെങ്കിൽ ഇരുന്നാൽ മതി എന്നൊരു ഭയങ്കര ഷൗട്ട് ചെയ്ത് ഞെട്ടിപ്പോയി ഞാൻ. എന്നിട്ട് എൻ്റെ അടുത്ത് ഒരു ന്യൂ സയൻറ്റിസ്റ്റ് അമേരിക്കൻ മാഗസിൻ്റെ എൻ്റെ ഒരു ബയോടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ എനിക്ക് തന്നു. അത് ഭംഗിയായിട്ട് അബ്സ്ട്രാക്റ്റായിട്ട് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. ഞാനത് വായിച്ചു നോക്കിയിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, സാറേ ഈ സബ്ജക്റ്റ് ഞാൻ കേട്ടിട്ടേ ഇല്ല, എനിക്കിതൊന്നും അറിഞ്ഞൂടാ. പിന്നെ PhD ബയോകെമിസ്ട്രിയിലുണ്ടെന്ന് പറഞ്ഞിട്ട് രാവിലെ കയറി എന്നെ ഭരിക്കാൻ വന്നിരിക്കുകയാണ്. എന്ത് ചുക്കും മണ്ണാങ്കട്ടി അത് എനിക്ക് അറിയാവുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ഒരു എന്താ പറയുക, എന്തൊരു അഭിഷേകം എന്നെ നടത്തി. അതോടുകൂടി എൻ്റെ ഈഗോ മുഴുവനും പോയി, എൻ്റെ അഹങ്കാരവും പോയി, PhD ഉണ്ടെന്നുള്ളതും പോയി, MSc ഉണ്ടെന്നുള്ളതും പോയി. അങ്ങേരെ എന്നെ തേച്ചൊട്ടിച്ച് അങ്ങ് വിട്ടു എന്നെ തിരിച്ച്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു സംഭവമാണ് അദ്ദേഹം എന്നോട് ചെയ്തത്. അതുകൊണ്ട് തദ്വിധി പ്രണിപാതേന, അവിടെ ചെന്നിട്ട് ഈഗോയും അഹങ്കാരവും ഒക്കെ കാണിച്ചാൽ ചിലപ്പോൾ വലിച്ചു പുറത്തേക്കിടും. രാവണൻ്റെ മുമ്പിൽ സീതാദേവി ഒരു പുൽക്കൊടി എടുത്ത് കളഞ്ഞ മാതിരി ചിലപ്പോൾ നമ്മളെ എടുത്തിട്ട് വലിച്ചു പുറത്തേക്കിടും. അതുകൊണ്ട് തദ്വിധി പ്രണിപാതേന, വിത്ത് പ്രോസ്ട്രേഷൻ, ഡൗൺ ടു എർത്തായിട്ട് ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തണം. ഡൗൺ ടു എർത്തായിട്ട് ഗുരുവിൻ്റെ അടുത്തെത്തണം. പരിപ്രശ്നേന സേവയാ, കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. യേശുദാസ് പണ്ട് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ വീട്ടിലുള്ളവരുടെ
തുണി വരെ അലക്കിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് റെഡിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടിയത് കൊണ്ട് അങ്ങനെ വേണ്ടി എല്ലാ ദിവസവും അങ്ങനെ ചെയ്തു എന്നുള്ള അർത്ഥത്തിലില്ല, ആ ലെവൽ വരെയും അദ്ദേഹം താഴ്ന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പരിപ്രശ്നേന സേവയാ, പരിപ്രശ്നം ചോദ്യം ചോദിച്ച് 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 നമ്മൾ ഈ മോഹൻലാൽ ഒരു സിനിമയിൽ വെള്ളം അടിച്ച മാതിരി പെരുമാറുന്നില്ലേ, എവിടേക്കാ സാറിന് പോകേണ്ടതെന്ന് ഡ്രൈവർ ചോദിക്കുമ്പോഴത്തേക്കും ചോദിച്ചോണ്ട് പോവാന്ന് പറയണില്ലേ. നല്ലൊരു അഭിനയമാണ്. വെള്ളം അടിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ഇയാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇയാളും അക്കൂട്ടത്തിലുള്ള പാർട്ടിയാ. ഏതായാലും പരിപ്രശ്നേന സേവയാ, ഗുരുവിൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അവർ ഉത്തരം തരുന്നത് വരെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അടുത്ത സേവയ, അവരെ സെർവ് ചെയ്യണം, അവരെ നല്ല രീതിയിൽ സെർവ് ചെയ്യണം. അങ്ങനെ തദ്വിദ്യ പ്രണിപാതേന പ്രോസ്ട്രേഷൻ, സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവരെ സേവിച്ച് അങ്ങനെ വേണം ജ്ഞാനയോഗം കൊണ്ടാണ്. ശ്രേയാൻ ദ്രവ്യമയാജ്ഞാ ജ്ഞാനയജ്ഞ പരന്തവ, ആ ജ്ഞാനയജ്ഞത്തിലെ ജ്ഞാനം കിട്ടാൻ ഒന്ന് സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം, പഠിപ്പിച്ച് മുമ്പോട്ട് പോവുക. രണ്ട്, നല്ല ഒരു ഗുരുവിൻ്റെ അടുത്തെത്താം. ഞാൻ വേദം പഠിച്ചത് ഗോപാല ഘനവാടികൾ എന്ന് പറയുന്ന ഒരു ഗുരുവിൻ്റെ അടുത്താണ്. തെക്കേ തെരുവിൽ വളരെ ഒറ്റമുണ്ടെടുത്തുകൊണ്ട് നടക്കുന്ന ആളാണ്. വളരെ ഗംഭീരമായിട്ട് നോളജിൻ്റെ പരമകാഷ്ഠയിലുള്ള ഡൗൺ ടു എർത്ത് ഉള്ള ഒരു സാധാരണ മനുഷ്യനാണ്. വേദം കുറേയൊക്കെ എന്നെ പഠിപ്പിച്ച മഹാസാഗരത്തിൻ്റെ ഒരു ബക്കറ്റ് വെള്ളം അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. അടുത്തത് ഉപദേക്ഷ്യം ദിതേ ജ്ഞാനം ജ്ഞാനിനസ് തത്വദർശിന, അങ്ങനെ നമുക്ക് ലഭിച്ച ആ അറിവ്, ആ ഹൃദയം നിറച്ച് ലഭിക്കുന്ന, മനസ്സ് നിറച്ച് ലഭിക്കുന്ന, തലച്ചോറ് നിറച്ച് ലഭിക്കുന്ന ആ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ആ ജ്ഞാനിയാണ് തത്വദർശികളായിട്ട് മാറുന്നത്. ജ്ഞാനിന തത്വദർശിന. തത്വദർശിന എന്ന് പറഞ്ഞാൽ എന്താ? തത് ത്വം ദർശിന, അത് നീയാകുന്നു എന്ന് ഏകദേശ അർത്ഥമാണ്. കറക്റ്റ് അർത്ഥം അതല്ല. തത്വം എന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾ എന്നൊരു അർത്ഥമുണ്ട്, ഫിലോസഫി എന്ന അർത്ഥമുണ്ട്, തത്വദർശനം എന്നുള്ള അർത്ഥമുണ്ട്, ഫിലോസഫി. പക്ഷെ ആ വാക്കുണ്ടായത് തത് ത്വദർശിന, അത് നീയാകുന്നു. ശ്വേതകേതോ അഹം ബ്രഹ്മാസ്മി, യജുർവേദത്തിന്റെ മഹാവാക്യം. യജുർവേദത്തിന്റെ ബൃഹദാരണ്യക ഉപനിഷത്തിലെ മഹാവാക്യമാണ് അഹം ബ്രഹ്മാസ്മി. സാമവേദത്തിലെ ചാന്തോക്യോപനിഷത്തിലെ മഹാവാക്യമാണ് തത്വമസി ശ്വേതകേതോ. അപ്പോൾ എന്താ അവിടെ? തത്വദർശിന, അത് നീയാണ് എന്ന് തിരിച്ചറിയുന്ന വിഷൻ എത്തുന്ന ലെവലിലേക്കുള്ള അറിവുണ്ടാവുക. ഈ സായിബാബ ഇടയ്ക്കിടയ്ക്ക് കൈകൊണ്ട് ഇങ്ങനെ കാണിക്കില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സായിബാബയുടെ വീഡിയോ എടുത്ത് നോക്കണം, നല്ല രസമാണ്. ഞാൻ സായിബാബയുടെ കാലിൽ സംസ്കരിച്ചിട്ടുണ്ട്. സായിബാബയുടെ സാന്നിധ്യത്തിൽ പുട്ടപർത്തിയിൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ കിട്ടാത്തൊരു അനുഭവം. 10-15 മിനിറ്റ് പ്രഭാഷണം നടത്തിയപ്പോൾ ആ പുട്ടപർത്തിയിൽ അടിപൊളി മഴ പെയ്തു. അദ്ദേഹത്തിന് സ്വാമിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനങ്ങനെ അവിടെ പോയി സേവനമൊന്നും നടത്തുന്ന ആളല്ല കേട്ടോ. ഞാനൊരു സ്വാമി ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരാരാധകൻ, അമ്മ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരാരാധകൻ, അങ്ങനെയുള്ള ശ്രീ രവിശങ്കർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരാരാധകൻ. എന്നാലും ചില ഭാഗ്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. കാലിഫോർണിയയിൽ ശ്രീ രവിശങ്കറെ വെൽക്കം ചെയ്തത് ഞാനാണ്. അത് വലിയൊരു ഭാഗ്യമാണ്. സിഡ്നിയിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ഗുരു വന്നിരുന്നു. ഞങ്ങൾ ഒരേ ഫ്ലൈറ്റിലാണ് പോയത്. എൻ്റെ കൈ പിടിച്ചുകൊണ്ടാണ് ഞാനും ശ്രീ രവിശങ്കർ പോയത്. അത് കൂട്ടത്തിലുള്ള അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കൈ പിടിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്കും എൻ്റെ തോളത്തെ തട്ടിയിട്ട് ഗുരുജി പറയുകയുണ്ടായി, വി ആർ പ്ലേയിങ് യുവർ CDs ഇൻ മൈ ആശ്രമം. വി ആർ പ്ലേയിങ് യുവർ CDs ഇൻ മൈ ആശ്രമം. നിങ്ങളുടെ CD നമ്മുടെ ആശ്രമത്തിൽ നമ്മൾ പ്ലേ ചെയ്യാറുണ്ട്. ഇതൊക്കെ ഒരു പുണ്യമല്ലേ സത്യത്തിൽ? സായിബാബയുടെ കാലിൽ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമസ്കരിക്കാൻ സാധിക്കുക. അമ്മയുടെ കാലിൽ ഷിക്കാഗോയിൽ വെച്ചും മിഷിഗണിൽ വെച്ചിട്ടും എൻ്റെ വീടിൻ്റെ വളരെ അടുത്താണ് കൈമനത്ത്, വളരെ അടുത്താണ് കൈമനത്ത് അമ്മയുടെ ആശ്രമം. അമ്മയെ വെൽക്കം ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയത് എനിക്ക് തന്നെയാണ്. 5 മിനിറ്റ് വെൽക്കം ചെയ്യാൻ പറഞ്ഞു. ഞാൻ 5 മിനിറ്റ് പറഞ്ഞു. ആയിരക്കണക്കിന് ഫോറിനേഴ്സും ബാക്കിയുള്ളവർ 5 മിനിറ്റ് കഴിഞ്ഞിട്ടും അമ്മ വന്നില്ല. അപ്പോൾ മുമ്പിലുള്ള ഒരു സ്വാമി പറഞ്ഞു ഇങ്ങനെ തുടർന്നോളാൻ പറഞ്ഞു. പിന്നെ ഒരു 5 മിനിറ്റ് പറഞ്ഞു. പിന്നെയും അമ്മ വന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വിഷയമൊക്കെ തീർന്നു. എന്നോട് 5 മിനിറ്റ് പറഞ്ഞതാ, 15 മിനിറ്റായി. അപ്പോൾ സ്വാമി പറഞ്ഞു നിങ്ങൾ പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ അമ്മ പുറകിൽ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു, അടുത്ത ദിവസം അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. എന്നെ വിളിപ്പിച്ച് പറഞ്ഞു, മോൻ പറയുന്നത് കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ട് അമ്മ പുറകിലുണ്ടായിരുന്നു. അമ്മയ്ക്ക് വേറെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല, മോനങ്ങോട്ട് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ പുണ്യമാണെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ 3 പേര്, സായിബാബയും ശ്രീ രവിശങ്കറും മാതാ അമൃതാനന്ദമയിയുടെയും കൂട്ടത്തിലൊക്കെ ഒന്ന് തൊടാനും നമസ്കരിക്കാനും അവരെ
അനുഗ്രഹം വാങ്ങിക്കാനും എൻ്റെ പ്രവൃത്തി നല്ല രീതിയിലാവാനൊന്നുമല്ല. ഒരു സന്തോഷം. ഋഷി തുല്യരായിട്ട് മില്യൺസ് ആൻഡ് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് വ്യക്തികൾ ആരാധിക്കുന്നവരുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ കാലിൽ തലവെച്ച് നമസ്കരിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ പുണ്യം. അതിനേക്കാളും വലിയൊരു പുണ്യം എന്താ വേണ്ടേ എനിക്ക്? സായിബാബയോട് ചോദിച്ചു തന്നെ മീക്കയും കാവാലി എന്ന് ചോദിച്ചു തെലുങ്കിൽ. ഞാൻ ഹൈദരാബാദിലാണ് PhD എടുത്തേക്കണം, അത് കാരണം തെലുങ്ക് അറിയാം. നിനക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞു. ఏమొద్దు എന്ന് പറഞ്ഞു. എനിക്കൊന്നും വേണ്ട. ఏమొద్దా మీకు ఇక్కడికి ఇక్కడికి రావట్లేదు, നീ ഇത്രയും കാലം എന്താ ഇവിടേക്ക് വരാത്തതെന്ന് ചോദിച്ചു. ഭോജനം ചെയ്യിച്ചാറാ, ഊണ് കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, നമ്മൾ കാര്യം പറഞ്ഞു. നിനക്കൊന്നും വേണ്ടെന്ന് ചോദിച്ചു. പലരും എന്നോട് ചോദിച്ചു, ഒരു മോതിരം ചോദിക്കായിരുന്നില്ലേ, മാല ചോദിക്കായിരുന്നില്ലേ? എൻ്റെ വീട്ടിൽ മോതിരമുണ്ട്, എൻ്റെ വീട്ടിൽ മാലയുണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അടുത്ത് വന്ന് പൂ കൊടുത്ത് നമസ്കരിച്ചു എന്ന് പറയുമ്പോൾ കിട്ടുന്ന സന്തോഷം, ഒരു മാല കിട്ടിയാലും ഒരു മോതിരം കിട്ടിയാലും അതിലൊന്നും ഇല്ല, അതൊന്നും വേണ്ട നമുക്ക്. ആ ഒരു സംതൃപ്തിയാണ് യഥാർത്ഥത്തിൽ ഉപദേക്ഷ്യന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശന യദ് ജ്ഞാത്വാ. ജ്ഞാനിന തത്വദർശന എന്താ അതിൻ്റെ അർത്ഥം? അറിവുള്ളവര്, നമ്മളിലും നിങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ചൈതന്യം ഏതാണെന്ന് തിരിച്ചറിയുന്നവരാണ് എന്നർത്ഥം. എന്നിലും നിങ്ങളിലും എല്ലാവരിലും പ്രവർത്തിക്കുന്ന ആ ചൈതന്യം. തത് ത്വദർശിന, അർത്ഥം മനസ്സിലായി? തത് ത്വം എന്ന് ദർശിക്കുന്നവര് എന്ന് ഏകദേശ സാരം. അർത്ഥം അങ്ങനെ ആവണമെന്നില്ല. യജ്ഞാത്വാ ന പുനർമോഹമേവം. ഇത് ശരിക്കറിഞ്ഞാൽ സായിബാബ ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നത് എന്താ ഇതിൻ്റെ അർത്ഥം അറിയോ? ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് ഒരർത്ഥം, ഇല്ലേ? നീ ഇതൊക്കെ പഠിച്ചിട്ട് നല്ല രീതിയിൽ ഉയരാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അതല്ല ഞാൻ തരുന്ന ഭക്ഷണം തിന്നാനാണോ ഇവിടെ വരുന്നത്? അതിനും ഇങ്ങനെ ഒരു അർത്ഥമില്ലേ? ഞാൻ പറയണത് വല്ലതും നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നിങ്ങളെ അല്ല ഉദ്ദേശിച്ചത്. സ്വാമി പറയുന്ന അവിടെ 10-38,000 പേരാണ് ആ പ്രശാന്തി നിലയത്തിലെ ഓഡിറ്റോറിയത്തിൽ തിങ്ങി നിറയുന്നത്. അവർക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ ആവോ എന്നൊരു ചോദ്യം. ഈ ഒരു ചോദ്യം ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നതിന് എന്തൊക്കെ അർത്ഥമുണ്ടല്ലേ? എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചു എന്ന് വിചാരിക്കുക, സാറ് നാളെ വൈകുന്നേരം എന്ത് വിഷയം എടുക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളെന്താ പറയുക? അയാൾ നാളെ പ്രസംഗിക്കാൻ പോവാണ്, എന്താ പറയണമെന്നുള്ളതിനെക്കുറിച്ച് പോലും വിവരമില്ലാത്ത പാർട്ടിയാണ് നാളെ ക്ലാസ് എടുക്കാൻ പോകുന്നതെന്നല്ലേ പറയുക. ഇന്ന് ഉച്ചയ്ക്ക് സാറ് എന്താ കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ കാണിച്ചു എന്ന് വിചാരിക്കാം. അവനവൻ തിന്നത് പോലും ഓർമ്മയില്ലാത്ത പാർട്ടിയാണ് നമ്മളുടെ അടുത്ത് ക്ലാസ് എടുക്കാൻ വരുന്നത് നിങ്ങൾ പറയില്ലേ? അങ്ങനെ യജ്ഞാത്വാ ന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ. ഇനി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വലിയ പ്രത്യേകതയൊന്നും ഉള്ളതല്ല. ഏവം യാസ്യസി പാണ്ഡവ. അതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തെ എൻലൈറ്റൻ ചെയ്യിക്കാനുള്ളത്. അറിവ് നേടിക്കൊണ്ടേയിരിക്കുക ഏത് വിഷയത്തെക്കുറിച്ചും. യത് ജ്ഞാത്വാ ന പുനർമോഹം. പിന്നെ നമുക്ക് അത്യാഗ്രഹങ്ങളും വാശിയൊന്നും ഉണ്ടാവില്ല. ഏവം യാസ്യസി പാണ്ഡവ. വേറെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുള്ള തോന്നലുകളും ഒന്നും നമുക്ക് ഉണ്ടാവില്ല. ഇൻ ദ ലൈറ്റ് ഓഫ് ദാറ്റ് നോളജ് യു വിൽ സീ ദ എൻറ്റയർ ക്രിയേഷൻ ഫസ്റ്റ് വിത്തിൻ യുവർ ഓൺ സെൽഫ്. നിങ്ങളിൽ തന്നെ, നമ്മളിൽ തന്നെ ഈ പ്രകൃതി ചൈതന്യത്തിൻ്റെ ഒരു അംശം നമുക്ക് കാണാൻ സാധിക്കും. ഏന ഭൂതാന്യശേഷേണ. സർവചരാചരങ്ങളും നമ്മളെപ്പോലെ തന്നെ പ്രകൃതിയുടെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണ്. ഈ വരികളെല്ലാം അത്യഗാധമായിട്ടുള്ള ആത്മീയതയുടെ പ്രയോഗത്തിന് വലുതായിട്ട് നമുക്ക് പ്രയോജനപ്പെടില്ല. അതുകൊണ്ട് ഇത് മോശമാണെന്നുള്ള അർത്ഥം അല്ല. ചിലതൊക്കെ ഇതാണ് തദ്വിദ്യ പ്രണിപാതേന പരിപ്രശ്നേന സേവയ. ഈ യാഗങ്ങളൊക്കെ നടത്തുമ്പോൾ ദ്രവ്യങ്ങൾ കൊണ്ട് ഹോമിച്ചിട്ട് കറുകഹോമം അല്ലെങ്കിൽ തിലഹോമം അതല്ലെങ്കിൽ ബാക്കി ഹോമങ്ങളൊക്കെ നടത്തുന്നതിനേക്കാൾ അറിവ് നേടുന്ന യജ്ഞമാണ് ഏറ്റവും നല്ലത്. ആ അറിവ് നേടാൻ നല്ല ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ ഗുരുവിനെ സേവിച്ച് ഗുരുവിനോട് ചോദിച്ച് ഗുരുവിനെ നമസ്കരിച്ചിട്ട് ഗുരുവിൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചിട്ട് ഒരാൾക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചാൽ യഥാർത്ഥത്തിൽ അയാളാണ് തത്വദർശി എന്ന ലെവലിലേക്ക് ഉയരാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങനെ അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ഈ ജീവിതത്തിൽ അത്യാഗ്രഹങ്ങളോ വാശികളോ ഒന്നും ഉണ്ടാവില്ല. അയാൾ ഡൗൺ ടു എർത്ത് എത്തുകയും എല്ലാ ചരാചരങ്ങളിലും നമ്മളിലുള്ള അതേ ചൈതന്യമാണെന്ന് മനസ്സിലാക്കുകയും എൻ്റെ വിശപ്പ് മറ്റുള്ളവൻ്റെ വിശപ്പും, എൻ്റെ ദാഹം മറ്റുള്ളവൻ്റെ ദാഹവും, എൻ്റെ സന്തോഷം മറ്റുള്ളവൻ്റെ സന്തോഷവും, എൻ്റെ സുഖം മറ്റുള്ളവൻ്റെ സുഖവും, എൻ്റെ ദുഃഖം മറ്റുള്ളവൻ്റെ ദുഃഖവുമാണെന്ന് ഏന ഭൂതാന്യശേഷേണ ദ്രക്ഷ്യാസ്യ ആത്മന്യഥോ മയി. മറ്റുള്ളവരുടെ വികാര വിചാരങ്ങളും വേദനകളും ദുഃഖങ്ങളും സുഖങ്ങളും
എൻ്റേത് തന്നെ എന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നു. എന്നിലുള്ളത് തന്നെയാണ് അവർക്ക് ഉണ്ടാവുമ്പോൾ അവർ അനുഭവിക്കുന്നത് എന്നെനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. അതാണ് സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചത്. അഭിചേതസി പാപേഭ്യം സർവേഭ്യ പാപകൃത്തമഃ. ഇതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ 100 വർഷം ഇരുട്ടുകൊണ്ട് മൂടിയിരുന്ന ഒരു മുറി വിചാരിക്കാം. ഈ നമ്മൾ എവിടേക്ക് പോയപ്പോഴത്തേക്കും കോഴിക്കോടിന് അപ്പുറത്ത് വടകര പോയപ്പോഴത്തേക്കും തച്ചോളിയോദയനൻ ഉപയോഗിച്ചിരുന്ന വാള് ഒരു ചെറിയ കെട്ടിടത്തിൽ വെച്ചിട്ടുണ്ട്. തച്ചോളിയോദയനൻ ഉപയോഗിച്ചിരുന്ന വാൾ അവിടെ ഉണ്ട്. ആ മുറിക്കകത്ത് ലൈറ്റ് കയറില്ല. അത് അകത്ത് തുറന്നൊന്നും കാണിച്ചില്ല. എന്നാലും കാണാനൊക്കെ ഒരു ഭാഗ്യമുണ്ട്, വലിയ ഭാഗ്യമുണ്ട്. ലോകനാർ കാവിലൊക്കെ പോയിട്ട് അവിടെ ആ തച്ചോളിയോദയനൻ പയറ്റിയ ഭാഗങ്ങളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണാൻ സാധിച്ചു. ആ മുറി വർഷത്തിൽ ഒരിക്കലും തുറക്കാറുള്ളൂ അത്രേ. ആ വാളിന് പൂജ നടത്താനോ വിളക്ക് വയ്ക്കാനോ എന്തിനോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, 100 വർഷം അടഞ്ഞു കിടന്നിരുന്ന ഒരു മുറിയിൽ ഉള്ള ഇരുട്ട് മാറാൻ എത്ര വർഷം വിളക്ക് കത്തിക്കണം? 100 വർഷം അടഞ്ഞു കിടന്നിരുന്ന ഒരു മുറിയിൽ പ്രകാശം പകരാൻ എത്ര വർഷം വിളക്ക് കത്തിക്കണം? വിളക്ക് കത്തിച്ച നിമിഷത്തിൽ ആ ഇരുട്ട് പോകും. അതാണ്. അപ്പോൾ ഓർമ്മിക്കുക, അഭിചേതസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമഃ. എല്ലാ തരത്തിലും ഏറ്റവും പാപിയായ മനുഷ്യൻ, ഏറ്റവും ഹീനമായ പാപം ചെയ്ത മനുഷ്യനാണെങ്കിൽ പോലും സർവം ജ്ഞാനപ്ലവേനൈവ വൃജിനം സന്തരിഷ്യസി. ഈ അറിവ് നേടിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരാൾ ഭഗവത്ഗീത ഇതിലൊരു കമൻ്റ് എഴുതി 2 ദിവസം 3 ദിവസം മുമ്പ്, ഇപ്പം ഞാൻ യഥാർത്ഥത്തിലൊരു ഹിന്ദുവായി സാറേ, യഥാർത്ഥത്തിലൊരു ഭാരതീയനായി എന്ന് പറഞ്ഞ് എഴുതി. ഒരു 4-5 ദിവസം മുമ്പ് വേറൊരാൾ, ഞാൻ പാർട്ടിയിലെ വളരെ ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്, എനിക്ക് ഇപ്പോഴാ സാറേ ഇതൊക്കെ നമ്മുടെ പൈതൃകത്തിലുണ്ടെന്ന് മനസ്സിലായത്. ഞാൻ വേറൊരു മനുഷ്യനായി. ഇന്നലെ വൈകുന്നേരം കൊല്ലത്തു നിന്ന് ഒരാൾ വിളിച്ചു, ഒരു മെമ്പർഷിപ്പ്, ഡോണർ മെമ്പർഷിപ്പൊക്കെ എടുക്കാൻ. എൻ്റെ ജീവിതത്തിലൊക്കെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇവരുടെ എല്ലാവരോടും പറഞ്ഞു വന്നതാണ്, ഇതൊന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞതല്ല. ഞാൻ വെറും മൈക്ക് സെറ്റ് മാത്രമാണ്. പക്ഷെ ഇതൊക്കെ എഴുതിയിരിക്കുന്നത് കൃഷ്ണനും പൂർവിക ഋഷിവര്യന്മാരാണ്. നിങ്ങളിൽ മാറ്റം ഉണ്ടാക്കിയത് ഞാനല്ല, നിങ്ങളിൽ മാറ്റം ഉണ്ടാക്കിയത് നമ്മുടെ പൂർവികരാണ്. അവരെ ഫോക്കസ് ചെയ്യുക. നമ്മൾ സാധാരണ പോകുന്ന നാരായണത്ത് ഭ്രാന്തനെ പോലെ പോകുന്ന ആളായിട്ട് എടുത്താൽ മതി. നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യല്ലേ. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ട് എനിക്ക് ഉയരാൻ സാധിക്കില്ല. എനിക്ക് നിങ്ങളുടെ ആരുടെയും എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ട് ഉയരാൻ സാധിക്കില്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എന്താര് തന്മയത്വത്തോടുകൂടി വളരെ പൊളൈറ്റായിട്ട് പറഞ്ഞാലും ഞാൻ മാത്രമാണ്. എനിക്ക് ഉയരാൻ സാധിക്കില്ല. ഓർഡിനറി മനുഷ്യനാണ്. അതുകൊണ്ട് സർവം ജ്ഞാനപ്ലവേനൈവ. എത്ര കാലം ക്രൂരകർമ്മം ചെയ്താലും, എന്തും കുഴപ്പം ചെയ്താലും, എന്തെല്ലാം നീചകർമ്മങ്ങൾ ചെയ്താലും ശരി, വൃജിനം സന്തരീഷ്യസി. അയാൾ അറിവ് നേടി അയാൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, ഈവൻ ദോ യു വേർ ദ ഫൗൾട്ടസ്റ്റ് ഓഫ് ഓൾ സിന്നേഴ്സ്, എല്ലാ പാപികളെക്കാളും വലിയ ഘോരപാപിയാണെങ്കിൽ, ദിസ് നോളജ് അലോൺ വുഡ് ക്യാരി യു ലൈക്ക് എ റാഫ്റ്റ്. ഒരു വഞ്ചി നിങ്ങളെ ഒരു സമുദ്രത്തിൻ്റെ നദിയുടെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന പോലെ ഈ അറിവ് നിങ്ങളെ അപ്പുറത്തേക്ക് കടത്തും. അപ്പോൾ ആ ജ്ഞാനക്കനി തിന്നണമെന്ന് സാത്താൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആദത്തിൻ്റെയും അവയുടെയും അവസ്ഥ എന്താ? ഒന്ന് വെറുതെ ചിന്തിച്ചു നോക്കാം. ഇവരെ ജ്ഞാനത്തെക്കുറിച്ച് മാത്രമാണ് പറയണതേ. പക്ഷെ ജ്ഞാനക്കനി തിന്ന ആ പാമ്പിനെ, ആ ജ്ഞാനക്കനി തിന്നാൻ ഉപദേശിച്ച ആ സർപ്പത്തെ യഹോവ ശപിച്ചു എന്നാ പറയാം. നമ്മളുടെ ചിന്താധാരയുടെ നേരെ ഓപ്പോസിറ്റാണ് അപ്പുറത്തുള്ളത്. അപ്പോൾ ഓർമ്മിക്കുക, ഏത് കള്ളനായാലും, ഏത് കൊലപാതകയായാലും, ഏത് പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണെങ്കിലും അയാളുടെ പാപം, അയാളുടെ പാപകർമ്മം, അയാളുടെ നെഗറ്റീവ്, അയാളുടെ പ്രശ്നങ്ങൾ അറിവ് നേടുന്നതോടുകൂടി ഇല്ലാതെയാകും. യഥൈധാംസി സമിദ്ധോ അഗ്നിർ ഭസ്മസാത് കുരുതേ അർജുന. സിമ്പിളാണ്, നല്ലൊരു കമ്പാരിസൺ. എങ്ങനെയാണോ അഗ്നിയിലേക്ക് ഇടുന്ന സമിത, ചമത, പ്ലാശ്, പ്ലാവിൻ്റെ, തെങ്ങിൻ്റെ ഫയർവുഡ്സ്, ചമത, അത് നമ്മൾ അഗ്നിയിലേക്ക് ഇടുമ്പോൾ അതെങ്ങനെയാണോ കത്തിജ്വലിച്ചതില്ലാതെയാകുന്നത്, നമ്മൾ ചെയ്ത പാപകർമ്മവും പാപവും ജ്ഞാനാഗ്നിയിൽ കത്തിജ്വലിച്ചില്ലാതെയാകും. അറിവ് അങ്ങ് കത്തിജ്വലിപ്പിച്ച് നെഗറ്റീവുകളെല്ലാം ഇല്ലാതെയാക്കും. അതുകൊണ്ടാണ്
ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ അർജുന. ആ ജ്ഞാനാഗ്നി നമ്മൾ ചെയ്ത തിന്മകളും ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ നോക്കിക്കോളൂ. എത്ര തല്ലിപ്പൊളിയനാണെങ്കിലും ശരിയാണ്, എത്ര തിന്മ ചെയ്തവനാണെങ്കിലും ശരിയാണ്, എത്രയധികം ക്രൂരനാണെങ്കിലും ശരിയാണ്, ഒരു സുപ്രഭാതം മുതൽക്ക് അയാൾ മാറി വിചാരിക്കാം. അയാൾ നല്ല നല്ല സന്ദേശങ്ങൾ കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. നല്ല നല്ല, അത് സ്ഥിരവും ശാശ്വതവുമായ മാറ്റമാവണം കേട്ടോ. ശരിക്കും അല്ലാതെ കലിയുഗ ജ്യോതിഷൻ എന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എന്താണ് കൽക്കി അവതാരമായിട്ടുള്ള സന്യാസി എന്നും പറഞ്ഞുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ വരികയും മരടിലെ ഫ്ലാറ്റുകളൊക്കെ താഴത്തേക്ക് ആക്കിയപ്പോഴത്തേക്കും കുറേ അധികം കിടന്ന് ഒച്ചയെടുക്കുകയൊക്കെ ചെയ്താൽ അനുചരന്മാരും അനുയായികളും ഒക്കെ കുറേ നേരത്തേക്ക് ഉണ്ടാവും, പിന്നെ ആരും ഉണ്ടാവില്ല. അത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സ്വാമിയുടെ കാര്യം അത് തന്നെയാണ്. നല്ല രീതിയിൽ അറിവുള്ള മനുഷ്യർ അബദ്ധത്തിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വരാൻ ശ്രമിച്ചാൽ പറ്റില്ല. ഈ ആത്മീയതയിലും പൈതൃകത്തിലും പ്രത്യേകതയുള്ള കാര്യമാണ്. ഈവൻ മെഡിക്കൽ പ്രൊഫഷനിൽ പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. നല്ല ഡോക്ടർമാർക്ക് എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റിയിട്ട് അത് ഒരിക്കലും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഡോക്ടറെ പലരും അംഗീകരിക്കില്ല. അയാൾ സർജറി നടത്തുകയാണെങ്കിൽ വേണ്ടാന്ന് പറയും, അയാളുടെ ക്ലാസ് വയ്ക്കുകയാണെങ്കിൽ വേണ്ട പറയും, അയാളുടെ ഉപദേശം വേണമെങ്കിൽ ഡിസ്കോഴ്സ് വേണ്ട പറയും, അയാളുടെ പ്രഭാഷണം കേൾക്കാൻ ആൾക്കാരുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, തിന്മ ചെയ്തവൻ പോലും ഒരിക്കൽ നന്മയിലേക്ക് വന്ന് കുറേ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവും. പക്ഷേ ആ തിന്മ ചെയ്തവൻ നന്മയിലേക്ക് പോയിട്ട് പിന്നെ ഇടയ്ക്ക് തിന്മയിലേക്ക് തിരിച്ചു വന്നാൽ പിന്നെ ആള് സ്വീകരിക്കില്ല. പിന്നെ നന്മ ചെയ്തവൻ തിന്മയിലേക്ക് പോയാലും എളുപ്പത്തിൽ സ്വീകരിക്കില്ല. തിന്മ ചെയ്തുകൊണ്ടിരുന്നവൻ നന്മയിലേക്ക് വന്നാൽ നമ്മൾ സ്വീകരിക്കും. ആ കൃഷ്ണൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ തിന്മയിലേക്ക് പോയാൽ പിന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ, ഒന്ന് മാർക്ക് ചെയ്തേക്കാം. നഹി ജ്ഞാനേ, അതൊന്ന് മാർക്ക് ചെയ്തേക്കാം. ജ്ഞാനത്തിന് തുല്യം പവിത്രമായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല. അത്ര സിമ്പിൾ അർത്ഥാണ്. നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ ന വിദ്യതേ. ഇവിടെ അറിവിന് തുല്യം പവിത്രമായിട്ട് ഒന്നുമില്ല. ഏതറിവായാലും വിരോധമില്ല. വിദ്യാം ച അവിദ്യാം ച യസ്തദ്വേദ ഉഭയം സഹ. എറ്റേണൽ എക്സ്പീരിയൻഷ്യൽ സ്പിരിച്വൽ നോളജ്, എക്സ്റ്റേണൽ എക്സ്പെരിമെന്റബിൾ സയന്റിഫിക് നോളജ്. ആ രണ്ട് നോളജ് ആയാലും നോളജിന് തുല്യം വേറൊന്നുമില്ല. നോളജിന് തുല്യം വേറൊന്നുമില്ല. തത് സ്വയം യോഗ സംസിദ്ധ കാലേന ആത്മനി വിന്ദതി. അത് നമ്മൾ പ്രൊലോങ്ഡ് പ്രാക്ടീസ് ഓഫ് കർമ്മയോഗ ഓട്ടോമാറ്റിക്കലി സീസ് ദ ലൈറ്റ് ഓഫ് ദ ട്രൂത്ത് ഇൻ ദ സെൽഫ് ഇൻ ദ കോഴ്സ് ഓഫ് ടൈം. കാലേന ആത്മനി വിന്ദതി. കാലം അങ്ങ് പോകുന്നതിനനുസരിച്ച്, ശരിക്കും ഞാൻ പറയാറുണ്ട്, നല്ല ജ്യോത്സ്യന്മാരാണെന്ന് വിചാരിക്കാം. നല്ല ജ്യോത്സ്യന്മാര്, നല്ല രീതിയിൽ പ്രഭാഷണം നടത്തുന്നവര്, സമർപ്പണ ഭാവത്തോടുകൂടി ജീവിക്കുന്നവരാണെന്ന് വിചാരിക്കാം. ആദ്യം അവര് ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറയും. നല്ല പണ്ഡിതര് ഇൻ ഷോർട്ട് ഏത് വിഷയം ആദ്യം അവര് ശരിയായിട്ടുള്ളത് പറയും. ഒന്നുകൂടി പറയാം, ആദ്യം അവർ ശരിയായിട്ടുള്ളത് പറയും. പിന്നെ അവർ പറയുന്നത് ശരിയായി ഭവിക്കും. അർത്ഥം മനസ്സിലായോ? രണ്ടാണ്. ആ പറയുന്നത് ശരിയായിട്ടുള്ളത് പറയും, ആദ്യം ശരിയായിട്ടുള്ളത് പറയും. അത് കഴിഞ്ഞ് ക്രിട്ടിക്കൽ ലെവല് കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നത് ശരിയായിത്തീരും. ആ ലെവലിലേക്കൊന്നും നമ്മൾ എത്തില്ല. ആ ലെവലിലേക്ക് എത്തിയ 1-2 പേര് അജിത് ഡോവലിനെ പോലെ നമ്മുടെ മുകളിലുണ്ട്. അജിത് ഡോവലിനെ പോലെ അദ്ദേഹത്തിന് തുല്യം അദ്ദേഹം മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നാറുള്ളത്. അത്ര ചങ്കുറപ്പോട് ആദ്യം അദ്ദേഹം ശരിയായിട്ടുള്ളത് മാത്രം ചെയ്തു, പിന്നെ ചെയ്യുന്നതൊക്കെ ശരിയായി തീരുകയാണ് അങ്ങോട്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ തൊണ്ടയിൽ വിറയ്ക്കും. അത്ര സ്നേഹവും ബഹുമാനമാണ് എനിക്ക് അദ്ദേഹത്തിനോട് തോന്നുക. അതുകൊണ്ട് തത് സ്വയം എന്താ പറയുക, ആ അറിവ് നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. ഈ ലോകത്തിൽ ജ്ഞാനത്തിന് തുല്യമായി പവിത്രമായിട്ടൊന്നും വേറൊന്നും ഇല്ല. അത് തത് സ്വയം യോഗ സംസിദ്ധി. അത് ഒരു യോഗിയെ പോലെ, ജ്ഞാനയോഗിയെ പോലെ, കർമ്മയോഗിയെ പോലെ അറിഞ്ഞ് കാലേന ആത്മനി വിന്ദതി. കാലക്രമത്തിൽ അങ്ങ് ആത്മസാക്ഷാത്കാരം ലഭിക്കുന്ന ലെവലിലേക്ക് എത്താൻ സാധിക്കും. ഉറപ്പ്. VP ഗംഗാധരൻ സാർ എത്തിയിട്ടുണ്ട്, മെട്രോമാൻ ശ്രീധരൻ സാർ എത്തിയിട്ടുണ്ട്, ഉറപ്പാണ്. ബാക്കി ആരെത്തിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഒരു 15-25 ജന്മം കഴിഞ്ഞാലും KT ജലീൽ എത്തില്ല, നമ്മുടെ മുഖ്യമന്ത്രി എത്തില്ല. 25 ജന്മം കഴിഞ്ഞാൽ ആ ജന്മം നൽകിയവർക്ക് പ്രശ്നം ഉണ്ടാവുന്നല്ലാതെ ഇവരെത്തില്ല. അതുകൊണ്ട് ഓർമ്മിക്കുക, അങ്ങനെ എത്തിയവരിപ്പോഴും ഉണ്ട്, അത് ഉറപ്പാണ്.
എല്ലാവരും ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അവർ ഈ ഭൗതിക ലോകത്തിൽ ഇതേപോലെ ജീവിച്ചുകൊണ്ട് തന്നെയാണ് അവർ ആ ലെവലിൽ എത്തിയിരിക്കുന്നത് എന്നും മറക്കരുത്. അവർ പാൻറ് ഇടാറുണ്ട്, അവർ ഷർട്ട് ഇടാറുണ്ട്, അവർ ടൈ കെട്ടാറുണ്ട്, അതൊക്കെ ചെയ്യാറുണ്ട്. കാവ്യ കൊടുത്തുകൊണ്ട് രുദ്രാക്ഷം ഇട്ടുകൊണ്ടൊന്നും അല്ല അവർ നടക്കുന്നത്. അതുകൊണ്ട് നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. മാതാമൃതാനന്ദമയുടെ എംബ്ലത്തിൻ്റെ ഒരു ഭാഗമാണത്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുന്നവർക്ക് അറിവ് ലഭിക്കാതിരിക്കില്ല. തത്പര സംയതേന്ദ്രിയ. ആ അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തെ സ്വയം നിയന്ത്രിക്കാനുള്ള അവസ്ഥയിലേക്ക് അവർക്ക് എത്തും. തത്പര, അത് കഴിഞ്ഞിട്ട് സംയതേന്ദ്രിയ, അവരുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തി. ആ അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ പരമമായ ശാന്തിയിലേക്ക് അവർക്ക് എത്താൻ സാധിക്കും. അചിരേണ അധികച്ചതി, ശാന്തിയുടെ പരമകാഷ്ഠയിലേക്ക് അവർക്ക് എത്താൻ സാധിക്കും. അപ്പൊ അറിവിലൂടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ആ ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെ ശാന്തിയിലേക്ക് എത്തിയിട്ട് ശാന്തിയിലൂടെ പരമമായ ഒരവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും. അജ്ഞശ്ച അശ്രദ്ധദാനശ്ച സംശയാത്മാ വിനശ്യതി. അതൊന്ന് മാർക്ക് ചെയ്തേക്കാം. അറിവില്ലാത്തവന്റെ കൂടെ നിങ്ങൾ നടക്കരുത്, അറിവില്ലാത്തവന്റെ കൂടെ പഠിക്കാനായിട്ട് പോകരുത്. അജ്ഞശ്ച, അറിവില്ലാത്തവന്റെ അടുത്ത് നിന്ന് പഠിക്കാൻ പോകരുത്. അശ്രദ്ധദാനശ്ച, ശ്രദ്ധയില്ലാത്തവനെ പഠിപ്പിക്കാൻ പോകരുത്. സംശയാത്മാ, എല്ലാത്തിലും സംശയിക്കുന്നവന്റെ കൂടെ നടക്കരുത്. ആ ഭഗവത്ഗീതയുടെ എസൻസ് ആണ്. എസൻസ് അജ്ഞശ്ച അശ്രദ്ധദാനശ്ച സംശയാത്മാ വിനശ്യതി. അറിവില്ലാത്തവന്റെ അടുത്ത് പഠിക്കാൻ പോകരുത്, താല്പര്യമില്ലാത്തവനെ പഠിപ്പിക്കാൻ പോകരുത്, എല്ലാത്തിലും സംശയിക്കുന്നവന്റെ കൂടെ നടക്കരുത്, അവർ നശിച്ചു. അതുപോലെ അയം ലോകോ അസ്തി. അങ്ങനെ ഈ 3 കാറ്റഗറിയിലുള്ളവർക്ക് ഈ ലോകത്തിലും സ്വസ്ഥത ഉണ്ടാവില്ല, പരോ പരലോകത്തിലും സ്വസ്ഥത ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ചിലർ 95-102 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. എന്തറിയാമോ? അവരെങ്ങാനും പരലോകത്തിൽ പോയാൽ അവിടെയുള്ളവർക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. ഭരണപരിഷ്കാര കമ്മീഷൻ ആണെങ്കിൽ പോലും അയം ലോകോ അസ്തി പരോ സുഖം സംശയാത്മനഃ. എല്ലാത്തിലും സംശയിക്കുന്ന ആൾക്ക് സ്വസ്ഥതയും ഉണ്ടാവില്ല, സന്തോഷവും ഉണ്ടാവില്ല, മനസ്സിന് സന്തോഷം ഉണ്ടാവില്ല, ശരീരത്തിന് സുഖം ഉണ്ടാവില്ല. അർത്ഥം മനസ്സിലായല്ലോ? അതായത് വളരെ ക്ലിയർ. അജ്ഞശ്ച അശ്രദ്ധദാനശ്ച സംശയാത്മാ വിനശ്യതി. അവർക്ക് ഈ 3 കാറ്റഗറിയിൽ പെടുന്നവർക്ക് അയം ലോകോ അസ്തി. ഈ ലോകത്തിലും സ്വസ്ഥത ഉണ്ടാവില്ല, പരോ പരലോകത്തിലും അവർക്ക് ഉണ്ടാവില്ല. സുഖം സംശയാത്മനഃ. മനസ്സിന് സുഖം ഉണ്ടാവില്ല, ശരീരത്തിന് സുഖം ഉണ്ടാവില്ല, കുടുംബക്കാർക്കും സുഖം ഉണ്ടാവില്ല, സ്വസ്ഥത ഉണ്ടാവില്ല എന്ന് ചുരുക്കം. യോഗ സന്യസ്ത കർമാണം ജ്ഞാന സഞ്ചിന്ന സംശയം. ആ അറിവ് കൊണ്ട് തന്നെയാണ് യോഗി സന്യസ്ത കർമാണം. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ പുറകിലുള്ള സമുജ്വലമായ ജ്ഞാനത്തെ ഉപയോഗിച്ച്, ഒരു കർമ്മയോഗി അതിൻ്റെ പുറകിലുള്ള ജ്ഞാനത്തെ ഉപയോഗിച്ച് ജ്ഞാന സഞ്ചിന്ന സംശയം, ആ അറിവ് കൊണ്ട് എല്ലാ സംശയത്തെയും വെട്ടി നിരത്തിയിട്ട് ആൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഒരു കർമ്മയോഗിക്ക് അയാൾക്ക് കർമ്മത്തിലൂടെ ലഭിക്കുന്ന ജ്ഞാനം കൊണ്ട് എല്ലാ സംശയത്തെയും വെട്ടി നുറുക്കിയിട്ട് ഇല്ലാതെയാക്കിയിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. ആത്മബന്ധം ന കർമാണി നിമദ്രന്തി ധനഞ്ജയ. ആ വ്യക്തി ആത്മാവിനെ തിരിച്ചറിഞ്ഞ, ജ്ഞാനത്തെ തിരിച്ചറിഞ്ഞ, കർമ്മത്തെ ബന്ധനമില്ലാതെ ചെയ്യുന്ന വ്യക്തികൾക്ക് കർമാണി നിമദ്രന്തി ധനഞ്ജയ. അവർ ആ കർമ്മത്തിൽ ബന്ധിതരാവില്ല. അവരെ കൂളായിട്ട് ഒരു തരത്തിലുള്ള എന്താ പറയുക, ആങ്കർ, ANCHOR, ആങ്കർ, നുകം, അല്ലെങ്കിൽ ആങ്കർ ഇല്ലാത്ത ഒരു ബോട്ട്, ഒരു ഷിപ്പ് അതിങ്ങനെ വെള്ളത്തിൽ പോകുന്ന മാതിരി ഇവർക്ക് ഒന്നിനോടും ബന്ധനമില്ലാതെ ഈ ജീവിതത്തിൽ ഇങ്ങനെ തുഴഞ്ഞു പോകാൻ സാധിക്കും. സംസാര സാഗരത്തിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ സാധിക്കും. അതുകൊണ്ട് അറിവ് കൊണ്ട് കർമ്മബന്ധനത്തെ മുറിച്ചിട്ട്, ജ്ഞാനം ആകുന്ന വാളുകൊണ്ട് കർമ്മബന്ധനത്തെ മുറിച്ചിട്ട് അപ്പുറത്തേക്ക് പോകാൻ സാധിക്കും. അവർക്ക് ഒന്നിനെ കുറിച്ച് സംശയവും ഉണ്ടാവില്ല, ഒരു പ്രശ്നവും ഉണ്ടാവില്ല, അവർക്ക് സുഖമായിട്ട് ജീവിക്കാനും സാധിക്കും. തസ്മാത് അജ്ഞാന സംഭൂതം. അതുകൊണ്ട് അറിവില്ലായ്മയാൽ ഉദിക്കപ്പെടുന്ന ഹൃത്സ്ഥം, ഹൃദയത്തിലുള്ള ഓരോ കാര്യങ്ങളും ജ്ഞാനാസനമാത്മനഃ, ആ ജ്ഞാനാസനാത്മനഃ, ആ അവനവനില്, ആത്മാവില്, മനസ്സില്, ചിന്തയില്, ബുദ്ധിയില്, വിവേകത്തില്, അതുപോലെ ഹൃദയത്തിൽ നിലനിൽക്കുന്ന എല്ലാ നന്മകൾക്കും തെറ്റായിട്ട് നിൽക്കുന്ന, കവറായിട്ട് നിൽക്കുന്ന
അതിനെ അജ്ഞാനസംഭൂതം, ആ തെറ്റായിട്ട് കവർ ചെയ്ത് ഡിസ്ട്രക്റ്റീവായിട്ട് നിൽക്കുന്നതിനെ, അത് അജ്ഞാനം കൊണ്ടാണ്. ആ അജ്ഞാനത്തിൽ ഉടലെടുക്കുന്നതിനെ മാറ്റി നിർത്തിയിട്ട് ഒരാൾക്ക് ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ചൈതന്യത്തെ, പരമമായ സത്യത്തെ അറിയാനും ഉൾക്കൊള്ളാനും അനുഭവിക്കാനും സാധിക്കും. ചിത്വൈനം സംശയം, ഏത് തരത്തിലുള്ള സംശയത്തെയും ഈ അജ്ഞാനസംഭൂതം സംശയം, അജ്ഞാനത്താൽ ഉടലെടുക്കുന്ന സംശയത്തെ, ചിത്വൈനം ഹൃദയത്തിലുള്ള സംശയത്തെ മുറിച്ചു കളഞ്ഞിട്ട് യോഗമാതിഷ്ഠോത്തിഷ്ഠ ഭാരത, യോഗത്തില്, കർമ്മയോഗത്തില്, ജ്ഞാനയോഗത്തില് ഉയർന്നെഴുന്നേറ്റ് നിന്ന് നിൽക്കുക, ഉയർന്ന എഴുന്നേറ്റ് അസ്തിത്വത്തിൽ നിൽക്കുക, ഉയർത്തെഴുന്നേറ്റ് നിൽക്കുക. അർത്ഥം മനസ്സിലായി? ഗ്ലോറിയസ്ലി സ്റ്റാൻഡ് അപ്പ് ആൻഡ് എൻലൈറ്റൻ യുവർ സെൽഫ്. ഇപ്പൊ കർമ്മയോഗമായാലും ജ്ഞാനയോഗമായാലും മനസ്സിനകത്ത് അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെയും അറിവിന്റെ വാളുകൊണ്ട് മുറിച്ചിട്ട് അങ്ങ് സമുജ്വലമായി വളരുക, ഉയരുക, ഉണരുക, അങ്ങ് മുമ്പോട്ട് പോവുക. ഈ വരികളെല്ലാം ഗംഭീരമായ സംസ്കൃത വരികളാണ്. സാധാരണ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നവർക്ക് ഇതിനകത്ത് വലിയ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഇല്ല. അറിവ്, കർമ്മയോഗവും തമ്മിലുള്ള ബന്ധവും ആത്മസാക്ഷാത്കാരം തമ്മിലുള്ള ബന്ധവും നമ്മൾ തത്വദർശികളുടെ ലെവലിലേക്ക് എത്തേണ്ടതും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ തലങ്ങും വിലങ്ങുമായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പ്രയോഗിക്കാനായിട്ടുണ്ട് എന്നേ ഉള്ളൂ എന്നുകൂടി അറിയിക്കുന്നു. വളരെ 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 സന്തോഷമുണ്ട്. അടുത്ത ദിവസം നമുക്ക് 5-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. നാളെയും 6:25 ക്ലാസ് ഉണ്ടാവും. ഇന്നെടുത്ത വരികളൊക്കെ നാളെ വായിക്കുന്നുണ്ടാവും. നല്ല ഒരു ഭഗവത്ഗീത വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഭഗവത്ഗീത ആരൊക്കെയോ യൂട്യൂബിലും ഫേസ് പേജിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാം. തന്നെത്താനെ എന്ത് പഠിക്കണം പഠിക്കേണ്ട അതെല്ലാം തീരുമാനിക്കുക. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഒരു 5 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സംസ്കൃതം പഠിച്ചാലേ പൈതൃകം പഠിക്കാവൂ എന്നില്ല. വേദം പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം വേദം കേട്ട് പഠിക്കുക, അല്ലാതെ പഠിക്കാൻ നിൽക്കണ്ട. സംസ്കൃതം പഠിക്കാത്തവർക്കും പൈതൃകം പഠിക്കാൻ നമ്മളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, മലയാളം ട്രാൻസ്ലേഷൻ ആയിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അങ്ങനെ പഠിച്ചാൽ മതി. അതല്ലാതെ അടിമുടി പഠിക്കാനൊന്നും സാധിക്കില്ല. ഒരു പുസ്തകമല്ല നമുക്കുള്ളത്. അതുകൊണ്ട് ഞാൻ വേദം പഠിച്ചില്ല, ഞാൻ സംസ്കൃതം പഠിച്ചില്ല, അതുകൊണ്ട് എനിക്ക് പൈതൃകം പഠിക്കാൻ സാധിക്കില്ല, അതാണ് എനിക്ക് പറ്റിയ അബദ്ധം എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. വിഷ്ണു സഹസ്രനാമം പഠിക്കണമെങ്കിൽ വിഷ്ണു സഹസ്രനാമം യൂട്യൂബിലുണ്ട്, വിഷ്ണു സഹസ്രനാമം ഫേസ് പേജിലുണ്ട്. ഇന്റർനെറ്റിൽ പോയാൽ വിഷ്ണു സഹസ്രനാമം കിട്ടും, ലളിതാ സഹസ്രനാമം കിട്ടും, പുരുഷ സൂക്തം കിട്ടും, വേദമന്ത്രങ്ങൾ കിട്ടും. എല്ലാം ഞാൻ അയച്ചു തന്നിട്ടുമുണ്ട്. നല്ല രീതിയിൽ അത് പഠിക്കാൻ സാധിക്കട്ടെ. ഇന്നലെ വരെ പലതും ചെയ്യാത്തത് ഇന്നത്തെ ദുഃഖത്തിന് കാരണമാകാതിരിക്കട്ടെ. നമുക്കിന്ന് മുമ്പോട്ട് പോകണം, ഇടിച്ചു കലക്കി മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മസമാധിനഃ എന്ന് പ്രാർത്ഥന. പ്രഭോ സേവാവൃതാ ഭക്ത്യാ വയം സംപ്രാർത്ഥയാമഹേ കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ പ്രസാരാർത്ഥം സുസംസ്കൃതേ വിശ്വസ്യാഭ്യുദയോ യേന പ്രജാനാം ച രക്ഷണം സർവത്ര സർവദാ ശാന്തി സമാധാനം ച സർവദാ. ഒരു ചെറിയ ഹോംവർക്ക് തരട്ടെ. ചെറിയ ഹോംവർക്ക്. പാണ്ഡ്യവംശത്തിലെ രാജാക്കന്മാർ ഉണ്ടാക്കിയ ക്ഷേത്രങ്ങൾ ഒന്ന് ഇൻ്റർനെറ്റിൽ അന്വേഷിക്കാം. നമ്മുടെ മധുര മീനാക്ഷി ക്ഷേത്രവും ചിദംബര ക്ഷേത്രങ്ങളും കുംഭകോണ ക്ഷേത്രങ്ങളെക്കുറിച്ച് ഒന്ന് ഇൻ്റർനെറ്റിൽ നോക്കാൻ പഠിക്കുക. അതൊരു ഹോംവർക്ക്. അടുത്ത ഹോംവർക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ടേ തരുള്ളൂ. നമ്മളുടെ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ മാർവൽ അറിയാൻ നിങ്ങൾക്കത് വളരെ വളരെ പ്രയോജനപ്പെടും. നൂറ്റാണ്ടുകൾക്കും സഹസ്രാബ്ദങ്ങൾക്കും മുമ്പ് നമ്മുടെ പൂർവികരുണ്ടാക്കിയ ക്ഷേത്രങ്ങളാണ് അതൊക്കെ എന്നുള്ള വീരപാണ്ഡ്യ കട്ടബൊമ്മനും സുന്ദരപാണ്ഡ്യ കട്ടബൊമ്മനും ഒക്കെ തൊഴുത് തല തൊട്ട് നമിച്ച ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിൻ്റെ മഹത്വം അറിയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അത് ഹോംവർക്കായിട്ടൊന്ന് നോക്കുക. പിന്നെ ഹോംവർക്ക് പിന്നീട് തരാം. പ്രണാമം, നമസ്കാരം. സന്തോഷത്തോടുകൂടി ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. ഇതിൽ ധാരാളം കമൻ്റ് എഴുതിയവരുണ്ട്. അതുപോലെ കുറേ വലിയ വലിയ വരികൾ എഴുതുമ്പോൾ എനിക്ക് ഇവിടുന്ന് നോക്കിയാൽ കിട്ടില്ല. അതുകൊണ്ട് സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.